ഉമ്മ വെച്ചെങ്കിൽ അനുമോൾ ചെയ്യുന്ന ഇപ്പം എടുത്തേക്കുന്ന ഈ തീരുമാനം ഉമ്മ വെച്ചെങ്കിൽ അവർ രണ്ടുപേർക്കും പ്രശ്നമില്ല, പിന്നെ ആർക്കാ പ്രശ്നം? നമ്മൾ ഈ ഒളിഞ്ഞു നോക്കാൻ പോകേണ്ടത് അത് അവർ രണ്ടുപേരും പേഴ്സൺ, അവർ രണ്ടുപേരും സിംഗിൾ, അവർ രണ്ടുപേരും ഉമ്മ വെച്ചെങ്കിൽ വെച്ചോട്ടെ. അതെന്താ നാട്ടിൽ എന്തുമാത്രം ആൾക്കാർ ഇതുപോലെ കല്യാണം കഴിക്കുന്ന ആൾക്കാർ ഉമ്മ വെക്കുന്നു, ഓയോ റൂം എടുക്കുന്നു. അപ്പോഴാണോ ഇവിടെ നമ്മുടെ ബിഗ് ബോസ് ഹൗസ്? ഇപ്പോഴത്തെ ബിഗ് ബോസ് ഓടുന്നത് അനുമോളിൽ കൂടാണ്. അനുമോൾ കപ്പ് കിട്ടാൻ സാധ്യതയുള്ള എങ്ങനെ പോയാലും അവൾ കണ്ടന്റ് എല്ലാ ആഴ്ചയും ലാലേട്ടന് പൊരിക്കാനുള്ള സാധനം അവൾ കൊടുക്കുന്നുണ്ട്. നിന്റെ അടുത്ത് ഞാൻ എന്തോ ഉണ്ടാക്കാൻ വന്നു. ഇവിടുത്തെ ഒരു പ്രമുഖ പ്രൊഡ്യൂസർ അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല. എത്ര നാളായി എനിക്ക് തോന്നുന്നു ആ സമയത്ത് 3-4 വർഷം, ഞാൻ ഇങ്ങനെ 4-5 വർഷമായി. ജോജു ഒക്കെ 12 വർഷമാണ് നടന്നതാണ്. നിനക്ക് ഇനിയും സമയമുണ്ട്, നടന്നോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞിട്ട് അപ്പം നമ്മൾ പിന്നെയും വല്ലാണ്ടാവും. നമ്മൾ സിനിമയെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ എത്തിച്ചേരും. ഞാൻ സഹായിച്ചില്ലെങ്കിലും നീ എത്തിച്ചേരും. ആരാണ് നമ്മുടെ പുറകിലുള്ള ഒരു ശക്തി? ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ അമ്മ തന്നെയാണ്. എൻ്റെ അമ്മയാണ് പുറകിലുണ്ടാകുന്ന ശക്തി എന്നാണ്. ലോകം മൊത്തം എതിർത്താലും സ്വന്തം മകനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് അമ്മ. നമസ്കാരം, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഇറ്റ്സ് മീ ശ്രീനാഥ് കെ ജനാർദ്ദനൻ. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഒരു സ്പെഷ്യലായിട്ടൊരു അതിഥി കൂടി എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ അതിഥിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ബിഗ് ബോസിൽ കൂടി നമ്മളെല്ലാവരും ഞെട്ടിച്ച ഒരു മത്സരാർത്ഥിയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ മുള്ളൻകൊല്ലി എന്ന് പറഞ്ഞ സിനിമാ വിശേഷവുമായിട്ടാണ് ആദ്യം നമ്മുടെ അടുത്ത് എത്തിയേക്കുന്നത്. ആ സിനിമയുടെ ഒരു മെയിൻ ക്യാരക്ടർ ചെയ്ത നമ്മുടെ സ്വന്തം അഭിഷേകാണ്. നമസ്കാരം, വെൽക്കം ടു ഷോ. എന്താണ് ഞങ്ങളിങ്ങനെ ആലോചിക്കണമായിരുന്നു, ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ പാടെ ഞങ്ങളിങ്ങനെ പറയാം, ഈ ചെക്കൻ കണ്ടോ ഇനി സിനിമ ഇൻഡസ്ട്രി കിടന്ന് തകർക്കും. പക്ഷെ ഒരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഇപ്പൊ മുള്ളൻകൊല്ലിയിലേക്ക് വന്നേക്കുന്നത്. ശരിക്കും ഗ്യാപ്പ് അല്ല, ഞാൻ സിനിമ നമ്മുടെ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ എനിക്ക് ഈ സിനിമ കിട്ടി. ഷൂട്ട് കഴിഞ്ഞ് ഇവര് പോസ്റ്റ് പ്രൊഡക്ഷൻ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് സമയം എടുത്തുപോയി. എനിക്കൊന്ന് ഏകദേശം ഒരു 8 മാസം എടുത്തു മൊത്തത്തിൽ. ഇല്ലെങ്കിൽ ഇത് നേരത്തെ ഇറങ്ങിയ കഴിഞ്ഞ ജനുവരി ഫെബ്രുവരിയിൽ ഇറങ്ങേണ്ട സാധനമാണ്. ഇത്രയും നീണ്ടുപോകാൻ അവർക്ക് കുറച്ച് ഫിനാൻഷ്യൽ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ നീണ്ടുപോയി. നമ്മൾ പറയാം എല്ലാവർക്കും ഒരു സമയമുണ്ട്. ഇപ്പോഴാണ് നമ്മുടെ സമയമായിരിക്കുന്നത്. സമയം അടുത്ത ബിഗ് ബോസ് തുടങ്ങിയപ്പോഴാണ്. അടുത്ത ബിഗ് ബോസ് തുടങ്ങിയപ്പോൾ അപ്പോൾ ഈ ബിഗ് ബോസ് ഒക്കെ വരുമ്പോൾ നിങ്ങളുടെ കാര്യങ്ങളാണ് ഫുൾ ചർച്ച അവിടെ. അതെ, നമ്മളെപ്പോഴും കമ്പയർ ചെയ്യുമല്ലോ കഴിഞ്ഞ സീസണും ഈ സീസണുമായിട്ട്. ഏതാ ഇഷ്ടപ്പെട്ട? നമ്മള് എന്താ പറയാ, എനിക്ക് പേഴ്സണലി ഞാനൊരു മാരാർ ഫാൻ ആയിരുന്നു സീസണില്. പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ സീസണിലേക്ക് എത്തിയപ്പോൾ, ഇപ്പോൾ സീസൺ 6 എത്തിക്കഴിഞ്ഞപ്പോൾ എന്റർടൈൻമെന്റ് കുറെ ഉണ്ടായിരുന്നു. നമുക്ക് പറഞ്ഞ് ചിരിക്കാനും ചിന്തിക്കാനുള്ള കുറെ കാര്യങ്ങളുണ്ടായിരുന്നു. ഇപ്രാവശ്യത്തേക്ക് വന്നിട്ട് ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ തിരക്കൊക്കെ ഒന്ന് കഴിയട്ടെ എന്നിട്ട് ചിന്തിക്കാം. ക്വാളിറ്റി ഫൈറ്റ് കിട്ടുന്നില്ല അങ്ങോട്ട്. അതന്നെ നമുക്ക് ചിലപ്പോൾ കുറച്ചങ്ങനെ കഴിയുമ്പോൾ വരുമായിരിക്കും. 50 എപ്പിസോഡ് എന്തെങ്കിലും സെറ്റ് ആവും. എന്തായാലും വരും. അപ്പോഴത്തേക്കും അടികൊണ്ടവരൊക്കെ ഒന്ന് സെറ്റ് ആവും. അപ്പൊ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം. നമുക്ക് സിനിമയിലേക്ക് ഒന്ന് വന്നു കഴിഞ്ഞാൽ എന്താണ് മുള്ളൻകൊല്ലി? മുള്ളൻകൊല്ലി എന്ന് പറയുന്ന ഒരു സൈക്കോ ത്രില്ലർ മൂവിയാണ്. മുള്ളൻകൊല്ലി എന്നൊരു സ്ഥലത്ത് നടക്കുന്ന ഒരു സൈക്കോ ത്രില്ലറിൻ്റെ ഒരു സൈക്കോ ത്രില്ലിംഗ് സ്റ്റോറി. അപ്പോൾ ഒരു 5 സുഹൃത്തുക്കൾ 6ാമത്തെ ഒരു സുഹൃത്തിൻ്റെ കല്യാണം കൂടാൻ വരുന്നു. അങ്ങനെ അവിടെ വെച്ച് സംഭവിക്കുന്ന കുറേ കാര്യങ്ങൾ, അങ്ങനത്താണ് ആ കഥ മൊത്തം പോകുന്നത്. അപ്പം ആരാണ് സൈക്കോ, ഞങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് ആ സൈക്കോ എന്നുള്ളതാണ് ഇതിനകത്ത് കണ്ടുപിടിക്കേണ്ടത്. അപ്പം അങ്ങനത്തെ ഒരു നമ്മളൊരു കുറച്ച് സുഹൃത്ത് വലയങ്ങളാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഡയറക്ടർ, പ്രൊഡ്യൂസർ ഇതെല്ലാം കുറച്ചൊരു സുഹൃത്തുക്കളാണ്. അവരെല്ലാം കൂടി ഒരു സിനിമാ സ്വപ്നമായിട്ട് നടക്കുന്ന കുറച്ച് ആൾക്കാർ ചെയ്ത പടമാണ്. ഇതിലിപ്പോൾ മാരാർജി മറ്റൊരു മെയിൻ കഥാപാത്രം ചെയ്തേക്കുന്നത്. ഇപ്പം നിങ്ങളുടെ ഇന്റർവ്യൂ കോംബോ ഭയങ്കര വർക്കായിട്ടുണ്ട്, ഭയങ്കര രസമായിട്ടുണ്ട്, ഫൺ ഫാക്ടർ. അതെ, പുള്ളിക്ക് എന്ത് ചോദിച്ചാൽ ഉത്തരങ്ങളുണ്ടല്ലേ? ഉണ്ട്. അദ്ദേഹത്തിന്റെ ആയുധം നാക്കാണല്ലോ. ആ നാക്ക് വെച്ച് പുള്ളി മാക്സിമം പിടിച്ചു നിൽക്കും. എന്തായാലും എന്താ പറയാ, അത് തന്നെ വാക്കുകളോണ്ട് അമ്മാനോട് അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരാളായിട്ടാണ്. എങ്ങനെയാണ് ആ ഒരു എക്സ്പീരിയൻസ്? എങ്ങനെ ഉണ്ടായിരുന്നു? ശരിക്കും ഇപ്പൊ ഇന്റർവ്യൂ ആണെങ്കിൽ ഭയങ്കര ഫണ്ടായിരുന്നു. നമുക്ക് ഒരു 1 hour 1.5 hour ഒക്കെ ആയിരിക്കും സാധാരണ ഇന്റർവ്യൂ. അപ്പൊ അതൊക്കെ പോകുന്നത് നമ്മൾ അറിയുന്ന കൂടി ഇല്ല. ഫണ്ണായിട്ട് നമ്മൾ എത്ര എൻജോയ് ചെയ്താണ് പോകുന്നത്. എനിക്ക് കുറച്ചുകൂടെ സമയം പോകുന്നത് ഞാൻ ഒറ്റയ്ക്കുള്ള ഇന്റർവ്യൂ. മറ്റേ നമ്മൾ സമയം പോകുന്നത് അറിയില്ല. ഫണ്ണായിട്ട് ഈ പണ്ടല്ലേ ഇപ്പൊ നമുക്ക് എപ്പോഴും ഒരു എന്താ പറയാ, ഒരു കുട്ടിക്കാലത്തും ഒരു ആഗ്രഹം ഉണ്ടാവും, എന്നാണ് ആൾക്കാർ നമ്മളേക്ക് ഇന്റർവ്യൂ ചെയ്യുന്നത്. ചിലർ ഒറ്റയ്ക്ക് ഇന്റർവ്യൂ ഒക്കെ കൊടുത്തെന്ന് പറഞ്ഞേക്കാം, കണ്ണാടി നോക്കിയിട്ട് സംസാരിക്കും. അങ്ങനെ ഒരു സാധനമൊക്കെ ഉണ്ടായിരുന്നു ചെറുപ്പത്തിൽ? ഞാൻ ഈ ചെറിയ പ്രായം തൊട്ടേ എനിക്കൊരു നടനാവണം, എനിക്ക് അങ്ങനെയൊക്കെ ആവണം. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്,
ഞാൻ 4ാം ക്ലാസ്സിലോ 5ാം ക്ലാസ്സിലോ പഠിക്കുമ്പോഴെങ്ങാണ്ട് ഈ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് നിൽക്കുമ്പോൾ ഞങ്ങൾ എവിടെ പോവാ, ഞാനും അച്ഛനും അനിയത്തിയുണ്ട്. 5ാം ക്ലാസ്സിൽ വന്ന് നിൽക്കുമ്പോൾ അവിടെ പുതിയൊരു സംവിധാനം വന്നു. നമ്മൾ നോട്ട് ഇട്ട് കഴിഞ്ഞാൽ അതിന് ചില്ലറ പൈസ വരുന്നൊരു മെഷീൻ അന്ന് അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതവിടെ കൊണ്ടുവച്ചിട്ട് അവർ പറഞ്ഞു, അയ്യോ നമുക്കൊരു ഫോട്ടോ എടുക്കാൻ, ഏതൊരു പത്രം, എനിക്കൊന്ന് മാതൃഭൂമി ഏതെങ്കിലും ആയിരിക്കാം, ഫോട്ടോ എടുക്കാൻ വേണ്ടി അവർ എന്നെ എൻ്റെ അനിയത്തിയും കൊണ്ട് നിർത്തിയിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു ഫോട്ടോ എടുക്കുന്നത്. അങ്ങനെ എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ നേരെ അച്ഛനോട് പോയി പറഞ്ഞ ഒരു ഡയലോഗ് എനിക്കുണ്ട്, കണ്ടോ ഇത് തുടക്കമാ, ഇത് തുടക്കമാ, ഇതാണ് എൻ്റെ തുടക്കം അതൊക്കെ പറയണ്ട. അപ്പോൾ അവരെ കൊച്ചു പിള്ളേരല്ലേ എന്ന് വെച്ചാൽ അവർ വിടും. അപ്പോൾ ഞാൻ ആ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഇതൊക്കെ നമ്മൾ തുടക്കമാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ. അപ്പോൾ ആ ചെറിയ പ്രായം തൊട്ടേ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു മേഖലയാണ് ഇത്. ശരിക്കും അഭിഷേകിന്റെ തുടക്കം എവിടെ വെച്ചാൽ ഇന്ത്യൻ റെയിൽവേ എന്നാന്ന് പറയാം. ഇന്ത്യൻ റെയിൽവേ, തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് എന്റെ യുദ്ധം തുടങ്ങിയത്. ഓക്കെ, അവിടുന്ന് ശരിക്കും ആദ്യമായിട്ട് നമുക്ക് എന്താ പറയുക ഒരു അംഗീകാരം കിട്ടിയത്, അല്ലെങ്കിൽ നമ്മുടെ കഴിവ് തെളിയിക്കാൻ ഒരു അവസരം കിട്ടിയത് എവിടെയാണ്? ശരിക്കും പറഞ്ഞാൽ അതൊന്നും എനിക്ക് ഓർമ്മയില്ല. ഞാൻ ഇത് ഭയങ്കര സ്ട്രഗിളിന്റെ ഭാഗമാണ്. ഞാൻ ഒരു കുഞ്ഞു സ്റ്റെപ്പ് വെച്ച് ഞാൻ കയറി വന്നതാണ്. ശരിക്കും നല്ല സ്ട്രഗിൾ തന്നെയാണ്. ഭയങ്കര സ്ട്രഗിൾ. ഞാൻ പറഞ്ഞില്ല, ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് ഞാൻ കയറിയ ഒരാളാണ്. എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാർ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് മലയാള സിനിമയിലുണ്ട്. അതിനകത്ത് ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ആണ് ഞാൻ. ഒരു 4 പടത്തിന്റെ പേര് പറയാം അന്ന് ഞാൻ ആദ്യം ചെയ്ത പടമാണ് ഡ്രൈവിംഗ് ലൈസൻസ്. അതിനകത്ത് ഞാൻ വക്കീലായിട്ട് ചെയ്തിട്ടുണ്ട്, റിപ്പോർട്ടറായിട്ട് ചെയ്തിട്ടുണ്ട്. ആ സിനിമയിൽ തന്നെ ക്രൗഡിൽ ലൈസൻസ് എടുക്കാൻ പോകുമ്പോൾ ഹ്യൂജ് ക്രൗഡ് ഉണ്ടല്ലോ, ആ ക്രൗഡിൽ നിന്നിട്ടുണ്ട്. പിന്നെ ഏതോ ഒരെണ്ണം കൂടെ ഞാൻ അതിനകത്ത് ചെയ്തിട്ടുണ്ട്. കമലഹാസൻ സാർ പോലും ചെയ്തിട്ടില്ല. അപ്പൊ അങ്ങനെ ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് അതിനകത്തൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ അത് ഞാൻ ബിഗ് ബ്രദറിൽ ഞാൻ കല്യാണ സീനിലുണ്ട്. പിന്നെ വേറെ ഏതൊരു സീൻ, വീട്ടിലൊരു സീനിലുണ്ട്. പിന്നെ ഞാൻ അതിന് സ്റ്റൺമാൻ ആയിരുന്നു. എന്നെ അതിൽ കണ്ടിട്ട് നമ്മുടെ സിദ്ദിഖിക്ക മരിച്ചു, നമ്മുടെ സിദ്ദിഖ് സാർ മാനേജറിനെ കൊണ്ട് വിളിപ്പിച്ചിട്ട് അതിനകത്ത് എനിക്കൊരു സീൻ ചെയ്യാൻ തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് സിനിമയിൽ കട്ടായിപ്പോയി എന്ന് വെച്ചാൽ അത് എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അവർ കളയേണ്ടി വന്നു. അപ്പോൾ അതിനകത്ത് ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്തൊരു കള്ളൻ ഡിസൂസ, അങ്ങനെ കുറേ പടങ്ങൾ എനിക്ക് പറഞ്ഞ് ഞാൻ ഏകദേശം എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ഒരു 20-22 പടത്തിലോളം 2 വർഷത്തോളം ഞാൻ ചെയ്തിട്ടുണ്ട്. ഈ നമ്മൾ അങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ അതിൽ വരുന്ന നടന്മാരുടെ നമ്മൾ വീട്ടിൽ ഇങ്ങനെ ഫോട്ടോ എടുക്കാനൊക്കെ നമ്മൾ ചോദിച്ചു നിന്നിട്ടുണ്ട്. അങ്ങനെ ഒരാളുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടോ? ഞാൻ ലാലേട്ടൻ്റെ കൂടെ തന്നെ, ഞാൻ ബിഗ് ബ്രദറിൽ ലാലേട്ടൻ്റെ കൂടെ. അപ്പോൾ സംഭവം വെച്ചാൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അത് വലിയൊരു എൻ്റെ ലൈഫിൽ വലിയൊരു സംഭവമായിരുന്നു. നമ്മൾ ബിഗ് ബ്രദറിൽ ഒരു കല്യാണ സീൻ, പാട്ടൊക്കെ സീൻ ഷൂട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ പിള്ളേരെല്ലാം കൂടെ സെൽഫി എടുക്കുമ്പോൾ ലാലേട്ടൻ അങ്ങ് ബാക്കിൽ നിന്ന് നടന്നു പോകുന്നുണ്ട്. അപ്പോൾ എൻ്റെ കൂട്ടുകാർ നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ ലാലേട്ടൻ ആ ദൂരേന്ന് ഇങ്ങനെ പെട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അന്ന് ലാലേട്ടനൊക്കെ കാണാൻ തന്നെ വലിയ സംഭവമാണ്. അപ്പോൾ ഇതൊക്കെ എടുത്ത് സ്ക്രീൻഷോട്ട് ഇട്ടിട്ട് ആൾക്കാർ പറഞ്ഞു, നമ്മളിട്ടു ദേ ബാക്കിൽ ലാലേട്ടൻ. അപ്പോൾ എനിക്ക് ഇപ്പോഴും ഉണ്ട്, എൻ്റെ ഒരു സുഹൃത്ത് എന്ന് പറയാം, പുള്ളിക്കാരൻ അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഗ്രൂപ്പ് ഇട്ടിട്ട് എന്നെ കളിയാക്കി, ഓടാ ലാലേട്ടന് നിൻ്റെ കൂടെ ഫോട്ടോ എടുക്കാത്ത തന്നെ അങ്ങ് നാണക്കേടായി എന്നുള്ള രീതിയിൽ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് എന്നെ കളിയാക്കി. എനിക്ക് ഭയങ്കരമായിട്ട് ഹർട്ടായി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വേറെ ലാലേട്ടൻ്റെ കൂടെ വേറൊരു ഇത്. അപ്പോൾ എനിക്ക് ഭയങ്കര വാശിയായി, എങ്ങനെയും ലാലേട്ടൻ്റെ കൂടെ ഫോട്ടോ എടുക്കണം. അപ്പോൾ ലാലിൻ്റെ കൂടെ പെട്ടെന്ന് നമുക്ക് പോയി ഫോട്ടോ എടുക്കാൻ പറ്റൂല. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ കൂടുതൽ കുറേ ആക്ട്രസുകൾ പോയിട്ട് ലാലേട്ടനോട് ഫോട്ടോ വെച്ചപ്പോൾ ലാലേട്ടൻ ഷൂട്ട് എന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ നടന്നുപോയി. ലാലേട്ടൻ കഴിച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങി വരാമെന്ന് പറഞ്ഞാൽ രണ്ടും കൽപ്പിച്ച് ലാലേട്ടൻ ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്ന് ചോദിച്ചു. ലാലേട്ടൻ പറഞ്ഞു, മുന്നേ പുറത്ത് പോയി ഫോട്ടോ എടുക്കാം എന്ന് പറഞ്ഞു. പുറത്ത് ലൈറ്റ്, ഇവിടെ ലൈറ്റ് ഇല്ല, പുറത്ത് പോയി ഫോട്ടോ എടുക്കാം എന്ന് പറഞ്ഞു. അവിടെ പോയി ഞങ്ങൾ എല്ലാവരും ഇരുന്ന് ഫോട്ടോ എടുത്തു. എന്നിട്ട് ഈ ഫോട്ടോ എടുത്ത് ഞാൻ ഗ്രൂപ്പിൽ ഇട്ടു. ഇപ്പോൾ ശരിയായി എന്നുള്ള രീതിയിൽ അതൊരു മൊമെന്റ് ആയിരുന്നു. പിന്നെയും അത് മോട്ടിവേഷൻ എന്നുള്ള രീതി പറയുവാണെങ്കിൽ പിന്നെ വരുന്ന കാലത്ത് ബിഗ് ബോസിൽ വന്നു. ഇപ്പൊ ലാലേട്ടൻ അഭിഷേക് ശ്രീകുമാർ എന്ന് പറഞ്ഞാൽ ആരാന്ന് അറിയാം. ആ ഒരു ലെവലിലേക്ക് നമ്മൾ ഏറ്റവും താഴെ നിന്ന് ഇങ്ങനെ. അപ്പോൾ അതായത് ഒരു ഫോട്ടോ ദൂരേന്ന് എടുത്ത് വലിയ കൊട്ടിഘോഷിച്ച ആൾക്കാരാണ് ഞങ്ങൾ. എൻ്റെ ഇപ്പോഴും എൻ്റെ ടാബിൽ കിടപ്പുണ്ട് ആ ഫോട്ടോ. അങ്ങനെ കൊട്ടിഘോഷിച്ചെടുത്താണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു ലെവലിൽ ഇപ്പോൾ ലാലേട്ടൻ അഭിഷേക് ശ്രീകുമാർ എന്ന് പറഞ്ഞാൽ ആരാന്ന് അറിയാവുന്ന രീതിയിൽ തന്നെ അതെന്റെ ഒരു മറക്കാൻ പറ്റാത്ത ഒരു ജേർണിയാണ്. കളിയാക്കിയവരൊക്കെ നോട്ട് ചെയ്തോ? ഒരു ദിവസം എല്ലാവർക്കും ഇത് കേൾക്കുമ്പോൾ ഇതും ചെറുതായി കാണുന്ന ആൾക്കാരുണ്ടാവും. തീർച്ചയായിട്ടും. ഇനി ചിലപ്പോൾ ഭാവിയിൽ എൻ്റെ ഒരു ആഗ്രഹം പോലെ ചിലപ്പോൾ ലാലേട്ടൻ്റെ ഒരു മൂവിയിൽ ലാലേട്ടൻ ഓപ്പോസിറ്റ് ചെയ്യാൻ പറ്റിയാലോ? പറ്റട്ടെ, എത്രയും പെട്ടെന്ന് പറ്റട്ടെ. അപ്പൊ അതും പിന്നെ വരുമ്പോ അതൊരു ജേർണിയായി നമ്മൾ ഇതേപോലെ ഒരു ഇന്റർവ്യൂവിൽ പറയും. അന്നത്തെ ഇന്റർവ്യൂവിൽ നമ്മൾ പറഞ്ഞു ഇപ്പൊ നടന്നിരിക്കുകയാണ്, വരും എത്രയും പെട്ടെന്ന് വരട്ടെ. ബ്രോനോട് ഇപ്പോൾ അഭിഷേകിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ നമ്മൾ എന്ത് ചോദിച്ചാലും അറിയാവുന്നതാണെങ്കിൽ ഒരു മടിയില്ലാണ്ട് തുറന്നു പറയും. അത് ഭയങ്കര രസമാണ്. നമ്മളൊരു ഇന്റർവ്യൂ ഒക്കെ എടുക്കുമ്പോൾ ഒരു അവതാരകരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. എന്തിനും കറക്റ്റ് ഉത്തരം കിട്ടും, ഇല്ലെങ്കിൽ ഇല്ല എന്ന് തന്നെ പറയും, അറിയില്ലെങ്കിൽ. അതുകൊണ്ട് ഒന്നും കൂടി കുറച്ചും കൂടി കാര്യം ചെയ്യണം. ബ്രോ ഇത്രയും സ്ട്രഗിൾ ചെയ്ത് വന്നേക്കുന്ന ഒരാളാണ്. ഈ ഒരു വളരെ ഈസിയാണെന്നാണ് പലരും വിചാരിക്കുന്നത് ഈ ഇൻഡസ്ട്രി. അല്ലെങ്കിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഏതെങ്കിലും ഡയറക്ടറെ പോയി കണ്ടു കഴിഞ്ഞാൽ ചാൻസ് കിട്ടും, പിന്നെ അഭിനയിച്ച് കഴിഞ്ഞാൽ രക്ഷപ്പെട്ടില്ലേ, ഇതാണ് എല്ലാവരും പറയുന്നത്. ഈ ബാക്ക്ഗ്രൗണ്ട് ആർട്ടിസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു മൊമെന്റ്, ആ ടൈമിൽ നമ്മൾ ആൾക്കാർ കളിയാക്കിയിട്ടുണ്ടാവും, നമ്മൾ ചീത്ത പറഞ്ഞിട്ടുണ്ടാവും, വഴക്ക് പറഞ്ഞിട്ടുണ്ടാവും.
ഭക്ഷണത്തിന്റെ കാര്യത്തിൽ വരെ നമ്മൾ ഒരുപാട് മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ടാവും പല കാര്യങ്ങളിൽ. അപ്പൊ അങ്ങനത്തെ ഒരു സ്ട്രഗിൾ ഓർമ്മയുണ്ടോ? എനിക്കിതിനകത്ത് സ്ട്രഗിൾ മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് പറയാനാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ടാവും. ഇഷ്ടം പോലെ എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പം ഈ ഫുഡ് എല്ലാവർക്കും അറിയാം, ജൂനിയർ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ ക്യൂ ഒക്കെ ഫുഡ് ഒക്കെ അതിലെനിക്ക് ഏറ്റവും നല്ലൊരു ഓർമ്മയുണ്ട്. എന്നുവെച്ചാൽ നമ്മൾ ഇത്രയും 2 വർഷം ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് നമ്മൾ പോയി ക്യൂ നിന്ന് അവരിട്ട് തരുന്നത് മേടിച്ച് പോയി എവിടെയെങ്കിലും തറയിലൊക്കെ ഇരുന്നോ ഇല്ല എവിടെയെങ്കിലും സൈഡിൽ നിന്ന് കഴിക്കുമായിരുന്നല്ലോ. ഞാൻ ഇച്ചിരി ഒന്ന് മാറി ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് എനിക്ക് വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എന്ന് പറഞ്ഞ സിനിമയിൽ ഞാൻ വില്ലനാ. അപ്പൊ ഇതുപോലെ ഞാൻ കഴിക്കാൻ പോവാ, കഴിക്കാൻ ഞാൻ പാത്രം എടുത്തിട്ട് നേരെ ആ ക്യൂലോട്ട് അപ്പൊ ഞാൻ നോക്കിയോ അഭിഷേകേ ഇനി വാ എന്ന് പറഞ്ഞിട്ട് ഞാൻ നോക്കിയപ്പോൾ അസിസ്റ്റന്റ് ഡയറക്ടർമാർ മറ്റേ ടേബിളൊക്കെ ഇട്ടിട്ട് ആയിരിക്കും ഇരിക്കുന്നത്. വാ ഇവിടെ ഇരി എന്ന് പറഞ്ഞു. അപ്പോഴേ പറഞ്ഞു സോറി ഞാൻ ഇച്ചിരി ഒരു സ്റ്റെപ്പ് മേളി വെച്ച കാര്യം ഞാൻ മറന്നു എന്ന് പറഞ്ഞാൽ അവിടെ പോയി അവിടെ ഇരിക്കും ആ ഒരു വിളമ്പി തരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ സാധനങ്ങൾ എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ സ്ട്രഗിൾ എന്ന് പറഞ്ഞാൽ നിന്നെ കൊണ്ട് ഈ ഫീൽഡ് പറ്റില്ല. എനിക്ക് ഇവിടുത്തെ ഒരു പ്രമുഖ പ്രൊഡ്യൂസർ നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ ഫ്രണ്ടാണ്. പുള്ളിക്കാരൻ്റെ അടുത്ത് നമ്മൾ ചാൻസ് ചോദിച്ചാൽ ഞാൻ വിളിച്ച് വാതിമുട്ടിയ വേറെ പ്രശ്നം. അപ്പം ഞാനങ്ങനെ ഒരുപാട് ചാൻസസ് ചോദിച്ചിട്ട് ഒരു ദിവസം നമ്മൾ കണ്ടു, നേരിട്ട് പലവട്ടം കണ്ടിട്ടുമുണ്ട്. ഞാൻ കുറേ വർഷം 1-2 വർഷത്തോളം ഞാൻ ചോദിച്ചു നടന്നപ്പം അദ്ദേഹം എന്നോട് നേരിട്ടുണ്ട്. അപ്പം പെട്ടെന്ന് എന്നെ കണ്ടിട്ട് നീ ഇതുവരെ രക്ഷപ്പെട്ടില്ലേ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു. അപ്പോൾ എൻ്റെ ഫ്രണ്ട് നിൽപ്പുണ്ടായിരുന്നു. ഫ്രണ്ടിൻ്റെ ഫ്രണ്ടാണ് പുള്ളിക്കാരൻ. അപ്പോൾ പുള്ളി നിങ്ങളൊക്കെ അല്ലേ ഇങ്ങനെ ഫിലിം ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നത്, പിന്നെ എങ്ങനെ അവൻ രക്ഷപ്പെടുന്നത് എന്ന് ചോദിച്ചു. അപ്പം പുള്ളി ചോദിച്ച ചോദ്യമാണ്. പക്ഷെ അതേ സമയത്ത് ഈ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ അതേ ഫ്രണ്ടിനോട് പ്രമുഖ പ്രൊഡ്യൂസർ ചോദിച്ചു അവൻ രക്ഷപ്പെട്ടല്ലേ എന്ന്. അപ്പോഴും എൻ്റെ ഫ്രണ്ട് പറഞ്ഞു അവൻ രക്ഷപ്പെട്ടെന്ന് അവൻ ഫെയിം കിട്ടി, പക്ഷേ സിനിമയിൽ അവൻ രക്ഷപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞ് അതും വിട്ടു. ഇതേപോലെ തന്നെ വേറൊരു പ്രമുഖ പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നു. പുള്ളി ഇതുപോലെ നമ്മുടെ ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു, നല്ല സുഹൃത്തായിരുന്നു. പുള്ളിയുടെ ഒരു വലിയൊരു പടം വരുന്നുണ്ടായിരുന്നു, ഇവിടെ വൺ ഓഫ് ദി വലിയ ആക്ടർ അഭിനയിച്ച വലിയൊരു പടം. അതിനകത്തൊരു അവസരം ശരി തരാൻ നിനക്ക്. അപ്പം ഞാൻ കാത്തിരുന്നു. അപ്പം സിനിമയുടെ ഷൂട്ട് തുടങ്ങാറായി. അപ്പം ഞാൻ ഇടയ്ക്ക് വിളിക്കും അതിനകത്ത് അവസരം ഉണ്ട്, ഞാൻ വിളിക്കും. ഞാൻ നോക്കി ഒരു ദിവസം ഇങ്ങനെ ഫേസ്ബുക്കിലോ നോക്കിയപ്പോൾ ഇതിന് ഷൂട്ട് തുടങ്ങി. അപ്പം ഞാൻ പിന്നെ വിളിച്ചിട്ട് ഇത് റോള് നമുക്ക് നിന്നെ വിളിക്കും, ഇതിനകത്തുണ്ട്, ഞാൻ വിളിക്കും. അത് സിനിമ ഇറങ്ങി തിയേറ്ററിൽ ഞാൻ സിനിമ കണ്ടിട്ടില്ല, കാരണം എനിക്കത് ഭയങ്കര വിഷമമാണ്. കാരണം ഞാനത് കാത്തിരിക്കുകയാണ്. ഞാൻ എല്ലാവരോടും എൻ്റെ വീട്ടുകാരോടൊക്കെ പറയാം ഇങ്ങനെ സിനിമ വരുന്നുണ്ട്, വലിയ നടൻ്റെ കൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് അത് അങ്ങനെ പോയി. അപ്പോൾ എനിക്ക് ആ സിനിമ ഞാൻ തിയേറ്ററിൽ പോയി കാണാനും പോയില്ല. ഒരു വലിയ നടൻ്റെ വലിയൊരു പടം തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഓരോരോ പിന്നെ വേറൊരു ഇവിടുത്തെ പ്രമുഖ പ്രൊഡക്ഷൻ കൺട്രോളർ, ഞാൻ വേറെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞ സാധനം തന്നെയാണ്. പുള്ളിക്കാരൻ എന്നോട് ഇങ്ങനെ ചോദിച്ചു, അതും എൻ്റെ ഫ്രണ്ടിൻ്റെ റെക്കമെൻഡേഷനിൽ പോയതാണ്. പുള്ളിക്കാരൻ വലിയൊരു പടം ചെയ്യുന്നുണ്ട്, അപ്പോൾ അതിനകത്ത് അവസരങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു അവസരം ചോദിക്കാൻ വേണ്ടിയാണ് ഞാൻ പോയപ്പം പുള്ളിക്കാരൻ എന്നോട് ചോദിച്ചു എത്ര നാളായി. എനിക്ക് തോന്നുന്നു ആ സമയത്ത് ഞാൻ 3-4 വർഷം, ഞാൻ ഇങ്ങനെ 4-5 വർഷമായി. ജോജു ഒക്കെ 12 വർഷമാണ് നടന്നതാണ്, അപ്പോൾ നിനക്ക് ഇനിയും സമയമുണ്ട് നടന്നോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞിട്ടു. അപ്പോൾ നമ്മളും പിന്നെയും വല്ലാണ്ടാവും. എന്നിട്ട് പുള്ളിക്കാരൻ പോകുന്നതിന് മുമ്പ് ജസ്റ്റ് എന്നെ തിരിഞ്ഞു നോക്കിയിട്ട് പറഞ്ഞു നമ്മൾ സിനിമയെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ എത്തിച്ചേരും, ഞാൻ സഹായിച്ചില്ലെങ്കിലും നീ എത്തിച്ചേരും എന്ന് പറഞ്ഞിട്ടാണ് പോയത്. അപ്പം അതായത് ഞാൻ സഹായിക്കൂല എന്നാണ് ഏകദേശം പറഞ്ഞത്. ഞാൻ സഹായിച്ചില്ലെങ്കിലും നീ എത്താനാണ് നീ എത്തിച്ചേരും, അതാണ് സിനിമയുടെ എന്ന് പറഞ്ഞിട്ട് പുള്ളി നടന്നുപോയി. ഫാമിലി എങ്ങനെയായിരുന്നു സപ്പോർട്ട് ആദ്യകാലത്തും ഇപ്പോഴും എങ്ങനെയായിരുന്നു? ഭയങ്കര എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. എനിക്ക് ഭയങ്കര എതിർപ്പായിരുന്നു. ഞാൻ ബിടെക് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു എനിക്ക് 1 ഇയർ സമയം തരണം എന്ന് പറഞ്ഞാണ് ഞാൻ ഇതിലോട്ട് വന്നത്. അങ്ങനെയാണ് ഡ്രൈവിംഗ് ലൈസൻസ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. 2019 കണ്ടാണ് ഡ്രൈവിംഗ് ലൈസൻസ് തുടങ്ങുന്നത്. കാരണം ഞാൻ പാസ് ഔട്ട് ആയ ടൈമാണ്. അങ്ങനെ പാസ് ഔട്ടായി ഇതിൻ്റെ പുറകെ നടന്നു തുടങ്ങിയത്. അപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസിൽ വന്നു 1 ഇയർ ഇങ്ങനെ പോയി. 1 ഇയർ കഴിഞ്ഞപ്പോഴത്തേക്ക് വീട്ടുകാർ പ്രശ്നം തരാൻ തുടങ്ങി. പക്ഷെ അപ്പോഴും ഞാൻ കൺവിൻസ് ചെയ്തു. അങ്ങനെ 2 വർഷം പോയി, 3 വർഷം പോയി, 4 വർഷം പോയി, ഏകദേശം 5 വർഷം പോയപ്പോൾ അങ്ങനെ ഒരു 5 വർഷം കഴിഞ്ഞിട്ടാണ് എനിക്ക് ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം കിട്ടുന്നത്. അപ്പോഴത്തേക്ക് അതിന് മുമ്പ് ആയപ്പോഴത്തേക്ക് എൻ്റെ വീട്ടിലൊക്കെ ഭയങ്കര പ്രശ്നമായി. കാരണം തിന്നും കുടിച്ചും വീട്ടിലിരിക്കുക. ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് 2 വർഷമേ പോയുള്ളൂ. ബാക്കി ഞാൻ സിനിമ ചെയ്യാൻ വേണ്ടി അവിടെ ഇവിടെ റോള് ചോദിച്ചു. അപ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് കണക്ഷൻസ് ഒക്കെ ആയി. അപ്പോൾ ആ കണക്ഷൻസ് യൂസ് ചെയ്യാൻ തുടങ്ങി. അവർ വീട്ടിൽ തിന്നും കുടിച്ചും വീട്ടിലിരിക്കുന്നു, ജിമ്മിൽ പോകുന്നു, വരുന്നു, ബീഫും ചിക്കനും തിന്നുന്നു, അവനവന് ഇഷ്ടമുള്ള ഫുഡും കഴിച്ചിട്ട് അവിടെ ചുമ്മാ ഇരിക്കുന്നു. പക്ഷെ ഞാൻ ശരിക്കും പറഞ്ഞാൽ ആ ടൈം ഞാൻ ഒരിക്കലും വേസ്റ്റ് ചെയ്തില്ല. ശരിക്കും പറഞ്ഞാൽ എൻ്റെ വീട്ടുകാർ നോക്കുമ്പോൾ ഞാൻ അവിടെ ഫോണിൽ കുത്തിക്കൊണ്ടിരുന്നു. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഫോണിൽ സ്ക്രിപ്റ്റ് ചെയ്യുമായിരുന്നു. അതാണ് എൻ്റെ അടുത്ത മൂവി. ഞാൻ സ്ക്രിപ്റ്റ് ചെയ്ത മൂവിയാണ് അടുത്തത്. പിന്നെ ഞാൻ ചെയ്ത വേറെ 2 സ്ക്രിപ്റ്റും ഏകദേശം ഓക്കെ ആയിട്ട് നിൽക്കുക. അത് അനൗൺസ്മെന്റ് ആയിട്ടില്ല. പക്ഷെ അതേ സമയത്ത് ഞാൻ അടുത്ത ചെയ്യാൻ പോകുന്ന മൂവി സ്ക്രിപ്റ്റിംഗ് പൂജയും കഴിഞ്ഞ് കാസ്റ്റിംഗും കഴിഞ്ഞ് ഷൂട്ട് തുടങ്ങാൻ പോവാം. അപ്പോൾ അത് ഞാൻ ആ സമയത്ത് ചെയ്താൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ താങ്ക് യു. അപ്പോൾ ഞാൻ ആ സമയത്ത് ഇരുന്ന് സ്ക്രിപ്റ്റ് ചെയ്യാം. അപ്പോൾ വീട്ടുകാർ നോക്കുമ്പോൾ ഇങ്ങനെ ഫോണിൽ ഇരുന്ന് കുത്തുക. ശരിക്കും പറഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് മറ്റേ മംഗ്ലീഷിൽ ഇരുന്ന് സ്ക്രിപ്റ്റ് ചെയ്യുക ഫോണിനകത്ത്.
അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ മാക്സിമം യൂസ് ചെയ്യാൻ നോക്കി. അറിയായിരുന്നു നമ്മളൊരു കാലത്ത് ഞാൻ ഡ്രീമറാണ്. ഞാനൊരു 10 വർഷം കഴിയുമ്പോൾ ഞാൻ എന്താവണം എന്നുള്ളത് ആഗ്രഹിച്ച് അതിനു വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്തു. അപ്പോൾ വീട്ടുകാർ ഭയങ്കര എതിർപ്പ്, ഇവൻ ഫോണും കളിച്ച് ജിമ്മിലും പോയിക്കൊണ്ട് തിന്നും കുടിച്ച് ഇവിടെ ഇരിക്കും. അപ്പോൾ വീട്ടിലൊക്കെ പോയി കല്യാണമൊക്കെ കഴിക്കാറായി, പോയി കല്യാണമൊക്കെ കഴിക്കടാ, പോയി ജോലിക്ക് പോയി, എന്നിട്ട് കല്യാണം കഴിക്കുന്നൊക്കെ പറഞ്ഞ് അപ്പൂപ്പനും അമ്മൂമ്മയും പ്രശ്നമായി. അച്ഛനൊക്കെ എനിക്കൊന്ന് ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് ഭയങ്കര പ്രശ്നമായിട്ട് പറഞ്ഞു, ഇനി നീ ഇവിടെ നിന്ന് ഇറങ്ങണം, ഇനി 1 മാസം കൂടി മാക്സിമം നോക്കത്തുള്ളൂ, നീ ഇവിടെ നിന്ന് ഇറങ്ങണം എന്നൊക്കെ രീതി വന്നു. ഞാൻ പറഞ്ഞു ഞാൻ ബിഗ് ബോസും കൂടെ നോക്കുന്നുണ്ട്, ശരി അതും കൂടെ നോക്കുക, അതും കൂടെ കിട്ടിയില്ല നീ ഈ വീട്ടിൽ നിൽക്കാൻ പാടില്ല, ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണം, നീ എവിടെയെങ്കിലും പോയി ജോലി ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രശ്നം. എല്ലാവരും ഭയങ്കര പ്രശ്നമാണ്. ബിഗ് ബോസ് കിട്ടിയപ്പോൾ പോലെ എൻ്റെ പെങ്ങളൊക്കെ പറഞ്ഞു ബിഗ് ബോസിലൊന്നും പോവല്ലേ, അത് ചീത്തവിളി അതൊക്കെ കിട്ടും, അഭിഷേകിന് പറ്റൂല, ഞങ്ങൾക്കും അത് കാണുമ്പോൾ സങ്കടം, വെറുതെ ഇതിനൊന്നും പോവല്ലേ, അങ്ങനെയാണെങ്കിൽ പോവാണെങ്കിൽ വീട്ടിൽ കയറരുത്, ഈ വീട്ടിൽ തിരിച്ചു വരല്ലേ, പോവാതിരിക്കാൻ വേണ്ടി ഈ വീട്ടിലൊന്നും തിരിച്ചു വരല്ലേ, കേറ്റൂല കേട്ടോ, പൊക്കോളോ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയൊക്കെ അവർക്കറിയില്ലല്ലോ. ബിഗ് ബോസിൽ പോയി കഴിഞ്ഞാൽ എല്ലാവരും നെഗറ്റീവ് ആണല്ലോ വരാം. എനിക്ക് ഭാഗ്യത്തിന് പോസിറ്റീവ് കുറച്ച് കിട്ടി. സത്യം. അപ്പം ഞാൻ എല്ലാവർക്കും നെഗറ്റീവ് കിട്ടുന്നുള്ളൂ, അതും എല്ലാവർക്കും ഭയങ്കര പേടിയായിരുന്നു. അപ്പോൾ എൻ്റെ അനീതി പറയുന്നുണ്ട് വേറെ ഒന്നും കൊണ്ടല്ല, കമൻറ്റ് ബോക്സിലൊക്കെ അഭിഷേകിനെ ചീത്ത വിളിക്കുമ്പോൾ ഞങ്ങൾക്ക് സങ്കടം കാണുമ്പോൾ ഞാൻ പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല, ഇതെൻ്റെ ജീവിത പിടിവള്ളിയാണ്, അങ്ങനെ പോവാം. അങ്ങനെ വീട്ടുകാർ എല്ലാവരും, ഞാൻ പോകുമ്പോൾ പോലും ഞാൻ ഡ്രസ്സ് വാങ്ങിയിട്ടില്ല, എൻ്റെ ഉള്ള ഡ്രസ്സുകളോ കുറച്ച് ഡ്രസ്സ് മാത്രം ഞാൻ എടുത്തിട്ട് ഒക്കെയാണ് പോയത്. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ ഇറങ്ങുമ്പോൾ എനിക്ക് ഇപ്പോഴും എൻ്റെ വീട്ടുകാർ ഫൈനലിൽ വന്നിട്ടുണ്ടായിരുന്നു. ഫൈനലിൽ വന്നിട്ട് എന്നോട് ആദ്യം വന്നത് വി ആർ വെരി പ്രൗഡ് ഓഫ് യു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് ഭയങ്കര എനിക്കൊരു മൊമെൻ്റ് ആയിരുന്നു. കാരണം ഇത്രയും എതിർത്ത് പ്രശ്നങ്ങൾ തിരിച്ചു വരുമ്പോഴും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഞാൻ സ്റ്റേജിൽ നിൽക്കുമ്പോൾ പോലും ക്രൗഡിലോട്ട് നോക്കുന്നില്ല, എൻ്റെ വീട്ടുകാരും വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പം ഫാമിലി റൗണ്ടിൽ വരുമ്പോഴും അച്ഛനൊക്കെ പറയുന്നുണ്ട് ഇനിയിപ്പോൾ അവൻ്റെ പേരിലാണ് ഞാൻ അറിയപ്പെടാൻ പോകുന്നതെന്നൊക്കെ പറയുമ്പോൾ പോലും അത് ചിലപ്പോൾ ഇനി അവിടെ നിന്നിട്ട് പറയുന്നതാണോ, എന്തായാലും എന്നെ അവിടെ നിന്നിട്ട് മോശം പറയാൻ പറ്റില്ലല്ലോ, നമുക്ക് അറിയത്തില്ലല്ലോ. അപ്പോൾ എന്നെ ലാലേട്ടൻ വിളിച്ച് ഞാൻ ആ സ്റ്റേജിൽ നിൽക്കുമ്പോൾ പോലും ഞാൻ ലാലേട്ടനോട് സംസാരിക്കുന്നുണ്ട്, ക്രൗഡിൽ ജസ്റ്റ് ഇങ്ങനെ നോക്കി സംസാരിക്കുന്നുണ്ട്. അപ്പോഴും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല എൻ്റെ വീട്ടുകാരോട് ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷിക്കുന്നില്ല. ഞാൻ ഗിഫ്റ്റ് മറ്റേ കിട്ടിയ 3rd റണ്ണറപ്പം കിട്ടി അവിടെ പോയി ഇരുന്നപ്പോഴാണ് എൻ്റെ അടുത്തിരുന്ന് എനിക്കൊന്ന് പൂജ ആരോ ഒരാൾ എടാ നിന്റെ വീട്ടുകാർ തോന്നിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ അച്ഛൻ അനിയത്തി എൻ്റെ ആൻറ്റി ഒക്കെ വന്നു ഹായ് നിങ്ങളോ അതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ബാക്കിലോട്ട് നോക്കിയപ്പോൾ എൻ്റെ കുറേ സുഹൃത്തുക്കളും ഇരിക്കുന്നു, എൻ്റെ സപ്പോർട്ട് ചെയ്ത കുറേ പിള്ളേരുണ്ട്. അവന്മാർ ഇങ്ങനെ നിങ്ങളാ എല്ലാവരും ഇവിടെ വന്നിരിക്കുന്നത്. അപ്പം ഒരിക്കലും ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടില്ല ഇവരെല്ലാം വരുമെന്ന്. അപ്പോൾ ആ ബ്രേക്ക് പറഞ്ഞിട്ട് ലാലേട്ടൻ ബ്രേക്ക് പറഞ്ഞ് പോകുമ്പോൾ ഇവരെല്ലാം ഇങ്ങനെ പെട്ടെന്ന് വന്നിട്ട് എൻ്റെ വീട്ടിലെ ആൻറ്റിയും അച്ഛനും എല്ലാവരും വന്നിട്ട് വി ആർ വെരി പ്രൗഡ് ഓഫ് യു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷത്തോടെ ഞാൻ ദൈവമേ കാരണം നമുക്കറിയില്ലല്ലോ പുറത്ത് എന്താ നടക്കുന്നത്. അപ്പോഴും നമ്മുടെ കയ്യിൽ ഫോൺ പോലും കിട്ടിയിട്ടില്ല, 3rd റണ്ണർ മേടിച്ച് അവിടെ ഇരിക്കുക, പുറത്തെന്താ എന്നെ കുറിച്ച് എന്നൊന്നും ഒരു ഐഡിയ ഇല്ല. പക്ഷെ ഇടയ്ക്ക് മാത്രം ഇവർ ഈ കയറി വന്ന റീ എൻട്രിക്ക് വന്നപ്പോൾ എല്ലാവരും ഒരു ക്ലൂ തന്നിട്ടുണ്ട്, നീ പോസിറ്റീവാ എന്നൊറ്റൊരു ക്ലൂ എനിക്കൊന്ന് സായി. എന്നിട്ട് എനിക്കൊന്ന് ശ്രീത്തു ഒക്കെ ഗേറ്റ് അടയ്ക്കാൻ നേരത്തെ അവൾ പറഞ്ഞു സൂപ്പറാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോയി. പക്ഷെ അതേനകത്ത് ബാക്കിയുള്ളവരോട് ഇത് പറയുന്നില്ല. അപ്പം ഇനി ഞാൻ ശരി എന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ പറയുന്നതാണോ എന്ന് നമുക്കൊരു ഐഡിയ ഇല്ലല്ലോ എന്താ സാധനം. അപ്പോൾ ഒരു പോസിറ്റീവ് ഇമേജോടെ ഇറങ്ങി വീട്ടുകാർ പ്രൗഡ്. എൻ്റെ വീട്ടുകാർക്ക് എല്ലായിടത്തും എൻ്റെ ഫാമിലിയിലൊക്കെ ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചു, നീ ഞങ്ങളുടെ കുടുംബത്തിലാന്ന് പറയാൻ ഞങ്ങൾ എല്ലായിടത്തും പോയി പറയും. അത് അവർക്കൊരു അഭിമാനമാണ്. ഇപ്പോൾ പല കണ്ടസ്റ്റൻസിനും ആ ഒരു അഭിമാനം ഇല്ല. കുടുംബക്കാരാണേലും അയ്യോ ഇതെൻ്റെ വീട്ടിലാന്ന് പറയാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ അതേ സമയത്ത് എനിക്ക് കുറേ എൻ്റെ അകന്ന ബന്ധുക്കളൊക്കെ മെസ്സേജ് അയച്ചു, അഭിഷേക് ഞങ്ങളുടെ വീട്ടിലാ, ഞങ്ങളുടെ ഇന്ന ബന്ധത്തിലാ എന്നൊക്കെ പറഞ്ഞ് അഭിമാനത്തോടെ പറഞ്ഞു എന്ന് പറയുമ്പോൾ അതൊരു ഒരു എനിക്കറിയില്ല ഭയങ്കര വ്യത്യാസമായിരുന്നു എനിക്ക്. തീർച്ചയായിട്ടും ശരിക്കും ബിഗ് ബോസ് ലൈഫിൽ വലിയൊരു വന്ന വഴി നമ്മൾ മറക്കാൻ പാടില്ല. എൻ്റെ ജീവിതം മാറ്റിമറിച്ച ഒരു വേദിയാണ്, പലരുടെയും ജീവിതം തകർത്ത വേദിയാണ്. പക്ഷെ എൻ്റെ ജീവിതത്തിൽ നല്ലത് കൊണ്ടുവന്നൊരു വേദി. എല്ലാം പോസിറ്റീവ്. അതാണ് ഞാൻ ബ്രോന്റെ കാര്യത്തിലേക്ക് നോക്കുമ്പോൾ എല്ലാം വിളിച്ചു പോകണം നമുക്ക്. കാരണം സിനിമ പോലും എനിക്ക് ഇത്രയും കിട്ടിയത് ബിഗ് ബോസ് എന്ന പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ. നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ട് ചുറ്റും ക്യാമറയുണ്ട്. നമ്മൾ എങ്ങോട്ട് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ഫസ്റ്റ് ആദ്യത്തെ മണിക്കൂറുകൾ മാത്രം നമ്മളൊന്ന് ഒരുങ്ങി വൃത്തിക്കൊക്കെ കിടക്കും. എപ്പോഴാണ് ഈ ക്യാമറ എന്നുള്ള സാധനം വിട്ടുപോകുന്നത്? അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലായി. എനിക്കൊരു ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ക്യാമറയൊന്നും നമുക്കില്ല. പിന്നെ ഞാൻ ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്തു. ഞാൻ എന്നും രാവിലെ എഴുന്നേൽക്കുന്നതിലും ഡ്രസ്സ് ചെയ്യുന്നതിലും എല്ലാം ഞാൻ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്തു. ഫൈനലി പോകുന്നവരെ എന്നോട് എല്ലാവരും അവിടെ നിന്ന് പറയാം, നീയൊക്കെ എങ്ങനെയാടാ ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമായിരുന്നു. ഞാൻ എൻ്റെ ബിഗ് ബോസ് കണ്ടിട്ടുണ്ടെങ്കിൽ കാണാം, ഞാൻ നല്ല വൃത്തിയുള്ള ഷർട്ടും പാൻറ്റും ജീൻസ്, അത് എസ്പെഷ്യലി ജീൻസ്. എൻ്റെ ഒരു 5-6 ടൈപ്പ് ജീൻസ് ഉണ്ടായിരുന്നു. ആ 5-6 ടൈപ്പ് ജീൻസ് ഇട്ടുണ്ടായിരിക്കും ഞാൻ. ഷൂസ് വിത്ത് ഷൂസ്. അവിടെ ആൾക്കാർ ചെരുപ്പില്ലാതെ എല്ലാവരും ഓടി നടക്കുമ്പോഴാണ് ഞാൻ വിത്ത് ഷൂസാണ് നടന്നുകൊണ്ടിരുന്നത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കട്ടിലേക്ക് ഇറങ്ങി മാത്രം അപ്പോൾ സോക്സ് ഉണ്ടാവും. അപ്പം അങ്ങനെയാണ് ഞാൻ എൻ്റെ
ഒരു കീപ്പ് ചെയ്തു. അത് ഞാൻ ആ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്തു എന്നുള്ളത്. അപ്പോൾ അത് എനിക്ക് കുറേ ഗുണം ചെയ്തു. വെളിയിൽ ആൾക്കാർ സപ്പോർട്ട് ചെയ്തു. പിന്നെ നമ്മളെ ഫിസിക്കലി കുറേ ഡൗൺ ആക്കി. എന്നുവെച്ചാൽ ഫുഡൊന്നും കറക്റ്റ് അല്ല. അപ്പോൾ അങ്ങനെ ആയപ്പോഴത്തേക്ക് എൻ്റെ മസിൽ ലോസ്, ഞാൻ 2 നേരം ജിമ്മിലൊക്കെ പോയിക്കൊണ്ടിരുന്ന 83 കിലോ ഉണ്ടായിരുന്നു. ഞാൻ ഇറങ്ങിയപ്പോൾ ഒരു വർക്കൗട്ട് പോലും ചെയ്യാതെ 72 കിലോ ആയി. അപ്പോൾ എനിക്ക് ഭയങ്കര മസിൽ ലോസ് വന്നു. ഇപ്പോഴും എൻ്റെ ബോഡി ഫുൾ സെറ്റായിട്ടില്ല. എൻ്റെ ബോഡി ഭയങ്കരമായിട്ട് ഇപ്പോഴും ഇറഗുലറായിട്ടാണ് കിടക്കുന്നത്. അത് സെറ്റാവാത്തതിൻ്റെ കാര്യം എൻ്റെ മസിൽ ലോസ് ഒരുപാട് വന്നു എന്നുള്ളത്. ഞാൻ നല്ലോണം ശോഷിച്ച് ഇതൊക്കെ അകത്തോട്ട് പോയി എൻ്റെ കൈയൊക്കെ എല്ല് പോലെയായിരുന്നു. തിരിച്ച് എൻ്റെ കൈ സെറ്റാക്കി എടുക്കാൻ ടൈം എടുത്തു. പക്ഷേ പഴയ ഷേപ്പ് എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അങ്ങനെ കുറേ ഒരു ബുദ്ധിമുട്ടുകൾ. അപ്പോൾ അതാണ് ഈ ബിഗ് ബോസിലുള്ള ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞത്. ഫിസിക്കലി മെന്റൽ പ്രഷർ അതും കുറേയൊക്കെ ആവും. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ എല്ലാം പഠിച്ചു. നമ്മള് പഠിച്ചു. ഒന്നുമില്ലെങ്കിലും ഫോണില്ലാതെ ഇത്രയും നാളുകൾ അല്ല, അത് നമ്മൾ ചിന്തിക്കൂല. എന്താ പറയുക, കാല് കുത്തുന്ന പോലെ അടിയാ നമ്മളപ്പോൾ എന്തടി എന്താണ് തൊണ്ടറ അവരങ്ങനെ പ്ലാൻ ചെയ്യുന്നു. അപ്പോൾ എന്തൊരു ആ ഗെയിം പൊളിക്കണമല്ലോ, ഇങ്ങനത്തെ സാധനങ്ങളായിരിക്കും നമ്മളെ മൈൻഡ് പുറത്ത്. ഈ ഫോണിൽ കളിക്കുന്നതിനെ കുറിച്ചൊന്നും ചിന്തി. ഇടയ്ക്ക് മാത്രം ഞാൻ ചിന്തിക്കും, ഇത് എൻ്റെ ഫ്രണ്ട്സ് പുറത്ത് ഇപ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവുമോ. കാരണം നമുക്കറിയാം പല ഫ്രണ്ട്സുകളും കയറി കഴിയുമ്പോഴാണ് കാലുമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി അവന്മാർ എന്നെ എന്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവുമോ. പുറത്തുനിന്ന് ഞാൻ അവരൊരു ആദ്യമേ മാപ്പ് പറഞ്ഞിട്ടാണ് പോകുന്നത്. ഞാൻ അവിടെ ചെയ്യുന്ന എന്തെങ്കിലും നിങ്ങൾക്ക് തെറ്റായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് ഇപ്പോഴേ പറയുകയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞിട്ടാണ് ഞാൻ കയറിപ്പോയത് തന്നെ. അപ്പം എനിക്ക് അത് മാത്രമുള്ളായിരുന്നു പേടി. പിന്നെ വീട്ടുകാർക്ക് അവിടെ ചീത്തോളം എന്തായാലും കേൾക്കുന്നുണ്ടാവും. കേട്ടോട്ടെ, ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും. അന്നത്തെ ആ സീസണിൽ ഇപ്പോൾ ആരായിട്ടാണ് കോൺടാക്ട് കൂടുതലായിട്ടുള്ളത്? ഇപ്പം നമ്മളൊരു ഗ്യാങ് ഉണ്ടല്ലോ. ഇപ്പം എനിക്ക് അവിടുത്തെ എപ്പോഴും ബെസ്റ്റ് ഫ്രണ്ട്സാണ്. ഞാൻ അകത്തായിരുന്നപ്പോൾ ഋഷിയും അൻസിബ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. ഇപ്പോഴും അവരെ ബെസ്റ്റ് ഫ്രണ്ട്സാണ്. പക്ഷെ അവർ അവരുടേതായ തിരക്കുകൾ ഭയങ്കര. അൻസിബ അറിയില്ല, അമ്മ അസോസിയേഷൻ, അവൾ അതിൻ്റെ തിരക്ക്. അവൾ ഇങ്ങനത്തൊന്നും വരാറേ ഇല്ല ഈ ഏരിയയിലൊന്നും. പക്ഷെ നമ്മളായിട്ട് ഇടയ്ക്ക് നമ്മളിടയ്ക്ക് കൂടാറുണ്ട്. അങ്ങനെ നമ്മൾ ഫോട്ടോസും വീഡിയോസും നമ്മൾ ഇടാറില്ല. കാരണം നിങ്ങളെ ആ ഒരു സീസണിൽ ഒരു എന്താ പറയുക, ഒരു ഇമോഷൻ, ഒരു കണക്ഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും. ഇമോഷൻ കണക്ഷൻ പുറത്തിറങ്ങിയിട്ടായ അതെന്ന് വെച്ചാൽ അകത്ത് വെച്ച് ഞാനും സിജോ അടിയായിരുന്നു, ഞാനും ജാസ്മിനും അടിയായിരുന്നു. പക്ഷെ നമ്മൾ പുറത്തിറങ്ങി നമ്മൾ അതൊന്നുമില്ല. ജാസ്മിനും നമ്മൾ നല്ല സുഹൃത്തുക്കളാണ്. സിജോയും ഞാനും നല്ല സുഹൃത്തുക്കളാണ്. സിജോയും ഞാനവിടെ ഭയങ്കരമായിട്ട് അവൻ്റെ ഗെയിം പ്ലാൻ പൊളിക്കാൻ വേണ്ടി എന്തൊക്കെ ഞാൻ കാണിച്ചു കൂട്ടിയത്. പക്ഷെ അത് നമ്മൾ പുറത്തിറങ്ങിയിട്ട് നമ്മൾ നല്ല ഒരു റിയൽ ആയിട്ട് അങ്ങനെ ഒരു അടിയിലേക്ക് നമ്മുടെ മൈൻഡ് അപ്പോഴൊരു ഷോ ആണെന്നുള്ള തോന്നലൊക്കെ മാറും. ഷോ അത് മാത്രമല്ല, ചിലർക്ക് അത് അപ്പോഴും ഷോ ആണ്. ക്യാമറ ചിന്ത വരുന്നുണ്ട്. അതാ ചിലരുണ്ട്. അപ്പൊ അവർ അതിനു വേണ്ടി കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യും. ചിലപ്പോൾ ആ കണ്ടന്റിന് ഒരു ക്വാളിറ്റി ഉണ്ടാവില്ല. ഞാൻ ക്വാളിറ്റി കണ്ടന്റിൽ മാത്രം തലയിടാൻ പോകാറുണ്ട്. അതെനിക്കൊരു അവിടെ ഒരു നെഗറ്റീവായിട്ട് ആൾക്കാർ പറഞ്ഞുകൊണ്ടിരുന്ന സാധനം. ഇവൻ എല്ലാത്തിലും പോയി തലയിടാറില്ല. ഞാൻ തലയിടുന്നില്ല. എനിക്കതൊരു പ്രശ്നമായിട്ട് ഇപ്പോൾ ഒരു കുപ്പിയെടുത്ത് അവിടെ വെച്ചു എന്ന് പറഞ്ഞാൽ അടി ഉണ്ടാക്കാൻ എനിക്ക് താല്പര്യമില്ല. കുപ്പിയെടുത്ത് അവിടെ വെച്ചെങ്കിൽ ഇരുന്നോട്ടെ, അത് വെച്ചൊന്നും എനിക്ക് അടി ഉണ്ടാക്കാൻ എനിക്ക് താല്പര്യമില്ല. അപ്പോൾ അങ്ങനത്തെ എന്താ കൂറ കണ്ടന്റുകൾക്കൊന്നും ഞാൻ തലയിടാറില്ല. ജിൻഡോ ആയിട്ട് കോൺടാക്ട് ഉണ്ടോ? ഇല്ല. ജിൻഡോ ഇപ്പൊ പുറത്ത് ഇപ്പൊ സോഷ്യൽ മീഡിയയിലെ കഥകൾ അറിയാലോ. കംപ്ലീറ്റ് ജിൻഡോ, സിജോ, സായി ഈ അടിയാണ് കിടന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. അത് ശരിക്കും എന്താ പറയുക, ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞ് പോയേക്കുന്നത് വേറെ. ഇത് ഞങ്ങള് നമ്മുടെ ബിഗ് ബോസ് ഇപ്പം കേരളത്തിൽ നമ്മൾ വെളിയിൽ നടത്തുന്ന ബിഗ് ബോസ്. അത് സത്യം. ഇത് വെളിയിൽ ഭയങ്കര ആവേശകരമായിട്ട് പോയിക്കൊണ്ടിരിക്കണം മുമ്പോട്ട്. അത് നിങ്ങളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളൊന്ന് നിർത്ത് എന്ന് പറയാൻ? ജിൻഡോ ചേട്ടനോട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയതിന് പിന്നെ ഇന്നുവരെ നമ്മൾ ഒരു വട്ടം എന്തോ ഒരു പ്രോഗ്രാം നമ്മൾ കണ്ടതല്ലാതെ അങ്ങനെ കണക്ഷൻ ഇല്ല. സിജോ സായി മാത്രമേ എനിക്കൊരു കണക്ഷൻ ഉള്ളൂ. പിന്നെ അവരുടെ രീതിയാണല്ലോ, അവർ ഇങ്ങനത്തെ കണ്ടന്റ്സ് ചെയ്യുന്ന ആൾക്കാരാണല്ലോ. അവരവരുടേതായ രീതിയിൽ പോകുന്നു. ജിൻഡോ ചേട്ടൻ അങ്ങനെ രീതിയിൽ പോകുന്നു. നമുക്കറിയത്തില്ല ഇതിനകത്ത് ശരിയത് തെറ്റേത്. പലരുടെ ഭാഗത്ത് ശരിയുണ്ട്, പലരുടെ ഭാഗത്ത് തെറ്റുണ്ട്. തെറ്റിയവൻ എന്തായാലും അനുഭവിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ആ സീസണിൽ ഒരു കാര്യം കൂടി ചോദിച്ചു നിർത്തുകയാണ്. നമ്മുടെ ആ സീസണിൽ മറക്കാൻ പറ്റാത്തൊരു മൊമെന്റ് ഏതായിരുന്നു? ആ സീസൺ എനിക്ക് ഒരുപാടുണ്ട്. അതായത് ഒന്ന്, ആ സീസണിൽ ഒരുപാട് എന്താ പറയുക, എനിക്ക് മാത്രം കിട്ടിയ കുറേ സാധനമുണ്ട്. ഒന്ന് യെല്ലോ കാർഡ്, അത് എനിക്ക് മാത്രം കിട്ടിയ സാധനം. കാല് കുത്തിയപ്പോഴേ 9 നോമിനേഷനുള്ള റെക്കോർഡ് നോമിനേഷൻ അടിച്ച ആൾ ഞാനാണ്. പിന്നെ എനിക്ക് നല്ല ചിരിക്കുള്ള ഇത് കിട്ടിയായിരുന്നു, അവാർഡ് KP നമ്പൂതിരി തന്നായിരുന്നു. പിന്നെ ഏറ്റവും ആരും പ്രതീക്ഷിക്കാത്തിരുന്ന സാധനം ടിക്കറ്റ് ടു ഫിനാലെ, പുട്ടുപോലെ ജയിച്ചു. അപ്പോൾ അത് അങ്ങനത്തെ കുറേ സാധനങ്ങൾ. അതായത് ടിക്കറ്റ് ഫിനാലും കൂടെ ജയിച്ച് ഞാൻ എൻ്റെ സ്വയം കഷ്ടപ്പെട്ട് ഞാൻ ഫൈനലിൽ കയറി എന്ന് വേണം സത്യം പറഞ്ഞാൽ പറയാം. അപ്പം അങ്ങനെ, കാരണം അത് നേടി, ഞാൻ കഷ്ടപ്പെട്ട് നേടിയെടുത്ത, അങ്ങനെ നേടിയെടുത്ത് ഞാൻ അതിൽ കയറി. അവിടുത്തെ എല്ലാ നോമിനേഷനിലും അതിനുണ്ട്. ആകെപ്പാട് ഒരു നോമിനേഷനുള്ളൂ വരാത്തത്, അത് ടിക്കറ്റ് ഫിനാലെ കളിച്ച് ജയിച്ച് കിട്ടിയ നോമിനേഷൻ ഫ്രീ ആയിരുന്നു. ബാക്കി ഞാൻ ക്യാപ്റ്റൻ ആയിരുന്നപ്പോൾ പോലും എനിക്ക് നോമിനേഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ലാലേട്ടൻ്റെ ഏറ്റവും കൂടുതൽ ശിക്ഷ കിട്ടിയ ആൾ ഞാൻ. 2 നോമിനേഷനിൽ നിന്ന് പുറത്തായി, യെല്ലോ കാർഡ് കിട്ടി, പവർ റൂമിൽ നിന്ന് പുറത്താക്കി, അങ്ങനെ എല്ലാം അങ്ങനത്തെ പല സാധനങ്ങൾ. അപ്പൊ എനിക്ക് കുറെ അനുഭവങ്ങൾ, അങ്ങനത്തെ കുറെ അനുഭവങ്ങളുണ്ട്. എസ്പെഷ്യലി ഞാൻ പറഞ്ഞില്ല, ഈ ടിക്കറ്റ് ഫിനാലെ 9ാമത്തെ മത്സരത്തിൽ ഞാൻ നിർത്തിച്ചു. അത്രയും പോയിന്റ് ഞാൻ കയറിപ്പോയി. എന്നിട്ട് അതൊരു വലിയൊരു അംഗീകാരമായിരുന്നു. അപ്പം പക്ഷെ എനിക്ക് അതിനകത്ത് ആകെ വിഷമമുള്ളത് വെച്ചാൽ അത് ഇറങ്ങിക്കഴിഞ്ഞിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത്. ടിക്കറ്റ് ഫിനാലെ എനിക്ക് കിട്ടിയെങ്കിലും
ബാക്കി ലാംഗ്വേജിലൊക്കെ ടിക്കറ്റ് ഫിനാലെ ജയിച്ചു കഴിഞ്ഞാൽ ഹ്യൂജ് പ്രോഗ്രാം അത്. അതെ, ഇവിടെ അത് നടത്തിയില്ല എന്നുള്ളത് അതെനിക്ക് ചെറിയൊരു രീതിയിൽ ചെറിയ രീതിയിൽ തന്നു വിട്ടു. അത് പിന്നെ പോട്ടെ, അത് നമുക്ക് personally ഞാൻ നേടിയെടുത്തല്ലോ. തീർച്ചയായിട്ടും. അതും ഫസ്റ്റ് വൈൽഡ് കാർഡ് ടു വിൻ ടിക്കറ്റ് ഫിനാലെ അത് ഞാനാണ്. അടിപൊളി. പിന്നെ സെക്കൻഡ് വൈൽഡ് കാർഡ് ടു എൻ്റർ ടോപ്പ് 5 അങ്ങനത്തെ ഒരു സാധനങ്ങൾ അങ്ങനെ കുറെ ഞാൻ കുറെ അതിനകത്ത് അച്ചീവ് ചെയ്തിട്ടുണ്ട്. അതും എന്താ ഏറ്റവും കൂടുതൽ അമ്മമാർ ശത്രുക്കൾ കൊണ്ട് ഏറ്റവും കൂടുതൽ അമ്മമാരുടെ സപ്പോർട്ട് ഞാൻ നേടിയ വ്യക്തിയാണ്. എന്തൊക്കെയോ ബിഗ് ബോസിന് ഫാമിലിയുടെ സപ്പോർട്ട്. അതിനകത്ത് 2 പോയിന്റ് ഇതാണ്. ഏറ്റവും കൂടുതൽ എന്താ ആൾക്കാരെ കരയിപ്പിച്ചത് ഒരു സാധനം എൻ്റെ കണ്ടന്റ് ആയിരുന്നു. അത് ഞാൻ അറിയാണ്ട് ചെയ്തൊരു സാധനം, അത് ഏറ്റവും കൂടുതൽ ആൾക്കാരെ കരയിപ്പിച്ചു എന്നുള്ളത്. എവിടെ ചെന്നാലും നമ്മളെപ്പോഴും, ഞാൻ ഇന്നലെയും കൂടെ ഞാനൊരു ഡ്രസ്സ് എടുക്കാൻ ഡ്രസ്സ് എടുക്കാൻ പോയപ്പോൾ ഞാൻ എൻ്റെ അനിയത്തിയും കൂടെ ഇവിടുത്തെ ഒരു ഷോപ്പിൽ പോയപ്പോൾ അവിടെ കുറച്ച് പേര് വന്ന് നമ്മളോട് മിണ്ടി. അവർ പറഞ്ഞതാണ് ഞങ്ങൾ കരഞ്ഞുപോയി എന്നൊക്കെ പറഞ്ഞിട്ട് അത് ജനങ്ങളെ ഏറ്റവും കൂടുതൽ കരയിപ്പിച്ച ഒരു കണ്ടന്റ് ഉണ്ടായിരുന്നത് എൻ്റെ ആയിരുന്നു. ഏറ്റവും കൂടുതൽ ചിരിപ്പിച്ചത് എൻ്റെ തന്നെ, ഞാൻ മെഴുകുതിരി പോകുന്നു. അത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചിരിച്ച് വീണ ഒരു സാധനമായിരുന്നു. അപ്പം അങ്ങനെ 2 കണ്ടന്റ് അങ്ങനത്തെ കുറേ ഞാൻ നേടി എന്ന് പറയുന്നത്. നമുക്ക് കുറേ മെമ്മറീസും എല്ലാം കിട്ടിയിട്ടുണ്ട്. ഈ ലാലേട്ടം വരുന്ന ദിവസങ്ങൾ എത്തുമ്പോൾ ആ ടെൻഷൻ ഉണ്ടാവാറുണ്ടോ? ഇല്ല, അങ്ങനെ ടെൻഷനൊന്നുമില്ല. എന്തായാലും എന്താണ് എന്നുള്ളത് അറിയാൻ വേണ്ടിയുള്ളൊരു സംഭവം മാത്രമേ ഉള്ളൂ. ഞാൻ ഒരു ഇത് അറിയാൻ വേണ്ടി ചോദിക്കാം. ലാലേട്ടൻ അല്ലെങ്കിൽ പകരം ആരെങ്കിലും നമുക്ക് അവിടെ കാണാൻ പറ്റുമോ ബിഗ് ബോസ്? അതായത് ഹോസ്റ്റായിട്ട് വേറെ ആൾ വരാൻ വേറെ ആരും നമുക്ക് അവിടെ കാണാൻ പറ്റുമോ? ഫയർ ഒരു സാധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ സുരേഷ് ഗോപി സുരേഷേട്ടൻ വന്ന ഫയർ ആയിരിക്കും. പുള്ളിയുടെ ക്യാരക്ടർ അറിയാലോ, തീ കത്തിക്കും പുള്ളി. പിന്നെ പിന്നെ അങ്ങനെ പറയാനും മാത്രം ആരും ഇല്ല. ലാലേട്ടനെ മാറ്റി നിർത്താൻ പറ്റിയ ഒരാളില്ല. സുരേഷേട്ടൻ എന്ന് പറഞ്ഞാലും ലാലേട്ടന് പകരമാവില്ല. പക്ഷെ ലാലേട്ടന് മാത്രമേ ഉള്ളൂ. ലാലേട്ടൻ എല്ലാ സൈഡും വരും അല്ലേ? എല്ലാ സൈഡും സപ്പോർട്ടിങ് ആണെങ്കിലും വഴക്ക് പറയാനാണെങ്കിലും പുള്ളി നൈസായിട്ട് വഴക്ക് പറയാനുള്ളത് ചെയ്ത്. അതേസമയത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് പുള്ളി അതിനകത്ത് സപ്പോർട്ടും ചെയ്യും. ഞാൻ അതിനകത്തൊരു പ്രമുഖ ആൾ എനിക്കെതിരെ പറഞ്ഞിട്ട് ഞാൻ ഈ അമ്മയുടെ ലെറ്റർ വായിച്ചു കഴിഞ്ഞിട്ട് ഞാൻ അവർക്കെതിരെ ഞാൻ പറഞ്ഞു, ഇവിടെ ഞാൻ തകർന്ന് നിൽക്കുമ്പോൾ എനിക്കെതിരെ സംസാരിക്കുന്ന ഇവിടുത്തെ കണ്ടസ്റ്റന്റ് ആയാലും ഗസ്റ്റ് ആയാലും ആരാണേലും ഞാൻ തിരിച്ചു വരും എന്ന് പറഞ്ഞപ്പോൾ ലാലേട്ടൻ പുള്ളി അതിനൊന്നും ചെയ്യില്ല. പുള്ളി അതെ 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 എന്നുള്ളത് ആ ഒരു സപ്പോർട്ട്, അത് ശരിക്കും സപ്പോർട്ടാണ്. ഈ ശരിക്കും പറയാം എപ്പോഴെങ്കിലും എന്താ പറയുക, ആരാണ് നമ്മുടെ പുറകിലുള്ള ഒരു ശക്തി നമ്മളെല്ലാത്തിനും? ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ അമ്മ തന്നെയാണ്. എൻ്റെ അമ്മയാണ് പുറകിലുണ്ടാകുന്ന ശക്തി എന്നുള്ളത്. എല്ലാത്തിനും ഉണ്ടാവും കൂടെ തന്നെയുള്ളത്. ഏതൊരു അമ്മയും മകൻ്റെ കൂടെ എപ്പോഴും കാണും, സപ്പോർട്ട് ചെയ്യാനുണ്ടാവും. ലോകം മൊത്തം എതിർത്താലും സ്വന്തം മകനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് അമ്മ. വേറെ ആര് സപ്പോർട്ട് ചെയ്താലും, സ്വന്തം കാമുകി സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും അമ്മയായിരിക്കും സപ്പോർട്ട് ചെയ്യുക. അതെന്ത് വന്നാലും മകൻ തെറ്റ് ചെയ്താൽ തെറ്റ് ചൂണ്ടിക്കാണിക്കും, പക്ഷെ അവൻ്റെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ ലോകം മൊത്തം എതിർത്താലും അവൻ്റെ കൂടെ ഉണ്ടാവുക എൻ്റെ അമ്മയായിരിക്കും. അപ്പം അങ്ങനെ എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. എപ്പോഴും ഉണ്ടാവും, എപ്പോഴും അങ്ങനെ തന്നെ ഉണ്ടാവട്ടെ. ഇതിൻ്റെ ഇടയിൽ ഒരു വാക്ക് പറഞ്ഞു പോയി, കാമുകി എന്ന്. ആരാണ്? എനിക്കില്ല. സത്യം പറ, എന്താ പ്രശ്നം? പ്രശ്നമല്ല, ഞാൻ വേണ്ട, പ്രശ്നമൊന്നുമില്ല, മെഡിക്കൽ കണ്ടീഷനൊന്നുമില്ല, വേണ്ട എന്ന് വെച്ചോണ്ട് വേണ്ടെന്ന് വെച്ചാണ്. എന്താണ് വേണ്ടെന്നൊക്കെയുള്ള കാരണം? ചെറുപ്പത്തിൽ എങ്ങാനും എവിടെന്നെങ്കിലും ഒരു തേപ്പ് എവിടെയെങ്കിലും കിട്ടിയ? തേപ്പ് കിട്ടാത്ത മനുഷ്യരുണ്ടോ? രണ്ടുപേരും മ്യൂച്വലി നിർത്തിയ ഒരു സംഭവമാണ്. ഞാനും എൻ്റെ ഒരു എക്സ് എന്ന് പറയുന്ന ഒരാൾ ഉണ്ടായിരുന്നു. നമ്മൾ മ്യൂച്വലി സംസാരിച്ച് നിർത്തിയ സാധനം. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ഇത് എത്ര നാളത്തെ ഗ്യാപ്പ് ഉണ്ട്? ബിഗ് ബോസിനൊക്കെ മുമ്പാണോ? അതിന് മുമ്പ് നമ്മളൊരു ഫെയിമിലേക്ക് എത്തുന്നതിന് മുമ്പുള്ളതാണ്. അതെ, എനിക്ക് തോന്നുന്നു ഇപ്പോൾ 2-3 years ആയിട്ടുണ്ടാവാം. ഞാൻ ഫെയിമിലൊക്കെ എത്തുന്നതിന് മുമ്പാണ്. അവരുടെ ലൈഫിൽ കുറേ പ്രഷർ ഉണ്ടായിരുന്നു, എനിക്കും എൻ്റെ ലൈഫിൽ ഈ സിനിമയുടെ പുറകെയാണെന്നുള്ള പ്രഷർ. അപ്പോൾ ഈ 2 പ്രഷറും കൂടെ ആയപ്പോഴത്തേക്ക് നമ്മൾ ഇത്രയും പ്രഷർ, അതിലൂടെ ഇതും കൂടെ പ്രഷർ ആവേണ്ട വെച്ചാൽ നമ്മൾ തന്നെ സംസാരിച്ച് ഇപ്പം നമ്മൾ ഏകദേശം ഇനിയുണ്ട്, ഒരുപാട് യാത്ര ചെയ്യാനുണ്ട്, നമ്മുടെ ഡ്രീമിലേക്ക് ഒരുപാട് യാത്ര ചെയ്യാനുണ്ട്. എന്നാലും നമ്മൾ ഒരു 5 വർഷം പുറകോട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എന്തൊക്കെയോ ആയിട്ടുണ്ട്. ഇപ്പൊ റിലാക്സ് ചെയ്തിട്ട് ഒരു റിലേഷൻ വേണമെന്നൊക്കെ തോന്നിയിട്ടില്ലേ? ഇല്ല, ഞാനിപ്പോൾ റിലാക്സ്ഡ് അല്ല. അതാണ് എനിക്ക് സിനിമയിൽ എന്തെങ്കിലും ആവട്ടെ. ഞാനിപ്പോഴും എനിക്ക് ഫെയിം കിട്ടിയെന്നല്ലേ ഉള്ളൂ. എനിക്ക് ഇനി സിനിമയിൽ എൻ്റെ സ്വപ്നം സിനിമയാണ്. സിനിമയിൽ ഞാൻ രക്ഷപ്പെട്ടിട്ടില്ല. വീട്ടുകാർ നിർബന്ധിച്ചു തുടങ്ങിയോ? അല്ല, ഇങ്ങനെ പറയാറുണ്ട് 28-29 പറയും. ഇപ്പൊ എന്റെ വീട്ടുകാർ ഇങ്ങോട്ട് വയതുണ്ട് 32 കഴിഞ്ഞിട്ട് ചിന്തിച്ചാൽ മതി. അപ്പൊ ഞാൻ അതെന്താ അങ്ങനെ? വീട്ടുകാർ നിർബന്ധിക്കുമ്പോഴല്ലേ നമുക്ക് എതിർക്കാൻ തോന്നുള്ളൂ. ഇതിപ്പോ നിർബന്ധിക്കുന്നില്ല, എതിർക്കാനും പറ്റുന്നില്ല. ഒരു വല്ലാത്തൊരു അവസ്ഥയിലാണ്. അവന് നമ്മളിപ്പോ വേണ്ടെന്ന് വെച്ചോണ്ട, ഇല്ല കിട്ടാത്തോണ്ടോ വേണ്ടാത്ത ഇതാണല്ല, വേണ്ട. ഈ ഒരു മേഖലയിൽ നിന്ന് തന്നെ ആയിരിക്കുമോ? അങ്ങനെ ഒന്നും അറിയത്തില്ല. എൻ്റെ ലൈഫിൽ ഞാൻ ഏതെങ്കിലും ഒരു കുഴി പോയി വീഴുമെന്ന് എനിക്കറിയാം. അപ്പം അത് ഏത് കുഴി, എങ്ങനത്തെ കുഴി എന്നുള്ളത് ഇത് എപ്പോഴല്ല, ഇതൊരു കല്യാണമൊക്കെ കഴിയുമ്പോൾ വൈഫും ഒരുമിച്ചിരുന്നിട്ട് നമുക്ക് എൻ്റെ ഒരു ഇന്റർവ്യൂ കാണാം. പഴയെന്ന് പറഞ്ഞാൽ കാണുമ്പോഴായിരിക്കും മക്കളൊക്കെ വലുതാകുമ്പോൾ അച്ഛൻ്റെ ഒരു ഇന്റർവ്യൂ കുഴി കുഴിയിൽ വീണ കഥ പറയണതൊക്കെ അങ്ങനെ പറയേണ്ടി വരും. അപ്പോൾ അറിയത്തില്ല. എനിക്ക് ഫാമിലി ലൈഫ് എൻ്റെ സ്വപ്നമാണ്. പക്ഷേ ഇക്കാലത്തെ ഫാമിലി ലൈഫൊക്കെ കാണുമ്പോൾ എനിക്കൊരു പേടി. കാരണം നമ്മുടെ ചുറ്റിനും എല്ലാം ഡിവോഴ്സും കാര്യങ്ങളൊക്കെ, സെപ്പറേറ്റഡ് ആയി ജീവിക്കുന്ന ഒരുപാട് പേര് ഡിവോഴ്സ്ഡ് ആയിട്ട് നിൽക്കുന്നു.
വരുന്നു, ചിലർ കല്യാണം കഴിച്ചിട്ടുണ്ട്, 2 വേറെ റിലേഷൻഷിപ്പ്. ഇതൊക്കെ കാണുമ്പോൾ എനിക്കൊരു ഒരു പേടി. ഞാനിത് പോയിട്ട് ഇനി ഇതിനകത്ത് 3-ൽ ഏതെങ്കിലും ഒന്നടിച്ചാലും നമുക്ക് പ്രശ്നം വേണോ വേണ്ടയോ. പക്ഷെ ഒരു സൈഡിൽ നല്ല രീതിയിൽ പോകുന്നവരുണ്ട്. അവര് വളരെ കുറച്ച് എനിക്ക് ഞാൻ നോക്കിയിട്ട് എന്നെ ചുറ്റിനുള്ള ഒരു 10 എടുത്ത 2 അങ്ങനെ പോകുന്നുണ്ട്, ബാക്കി 8 പോക്കാം. അത് കാണുമ്പോഴത്തേക്ക് എനിക്കൊരു ഇത് കല്യാണം കഴിച്ചേക്കാം എന്ന് വിചാരിച്ചിരിക്കുന്നവർക്കൊക്കെ നേരെ താഴത്തേക്ക് പറ്റൂല. ഞങ്ങളുടെ ക്യാമറാനൊക്കെ ഞെട്ടി എപ്പോ എവിടെയെങ്കിലും കെട്ടാന്ന് വിചാരിച്ചിരിക്കണായിരുന്നു ആകാശമൊക്കെ. അതല്ല, ഈ കല്യാണം കഴിച്ച് സക്സസ്ഫുൾ ആയിട്ട് പോകുന്ന 2 പേരുണ്ടല്ലോ, അവരോട് പോയിട്ട് നമ്മൾ ചോദിക്കുകയാണ്, എടാ ഞാനൊരു കല്യാണം കഴിക്കുന്നു, വേണ്ട മോനെ വേണ്ട എന്നായിരിക്കും അവർ ആദ്യം പറയുന്നത്. എന്തിനാടാ കല്യാണം കല്യാണം കഴിച്ച് മര്യാദയ്ക്ക് ജീവിക്കുന്നതിൽ ഒരു മെജോറിറ്റി ആൾക്കാർ മോനെ കല്യാണം കഴിക്കരുതെന്നാണ് പറയുന്നത്. നീ ഇപ്പം നിന്റെ ലൈഫ് നീ അടിച്ചു പൊളിക്കുന്നുണ്ട്, അത് അങ്ങനെ പോട്ടെ എന്ന് പറയുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു പേടി. അപ്പം ഞാൻ പറയട്ടെ, ഇനിയിപ്പോ അബീനെ കുറെ കാലങ്ങളായിട്ട് വാച്ച് ചെയ്ത് ഫോളോ ചെയ്ത് ഇങ്ങനെ അബീനോട് ഒരു ഇഷ്ടം തുറന്നു പറയാമെന്ന് നിൽക്കുന്ന അവരോട് ഞാൻ വരണ്ടെന്ന് പറഞ്ഞേക്കട്ടെ. ഒന്നും വേണ്ട, സമാധാനമായിട്ട്. അയ്യോ ഇത് ഭയങ്കര ഒരു തീരുമാനമുണ്ടായിരുന്നു. അടിപൊളി, നല്ലൊരു സിഗ്മ. അല്ല എനിക്കിപ്പം ഡിസ്ട്രാക്ഷൻ വേണ്ട. ഇപ്പൊ നമ്മൾ ഒരു സാധനത്തിലോട്ട് പോകുന്നുണ്ട്, ഒരു കാമുകി വന്നാൽ രാത്രി അവളെ വിളിച്ചോണ്ടിരിക്കണം, പിന്നെ വിളിച്ചില്ലെങ്കിൽ അതൊരു പരാതിയാവും. അപ്പൊ എന്തായാലും വിളിക്കേണ്ടി വരും, ഇപ്പൊ വിളിക്കുക. അപ്പൊ എന്റെ ഇവിടുത്തെ ഒരു ഡിസ്ട്രാക്ഷൻ നോക്കി വേണ്ട, ആദ്യം ഇങ്ങനെ ഒന്ന് പോട്ടെ, ഞാനൊന്ന് കാല് കുത്തി മര്യാദയ്ക്ക് നിൽക്കട്ടെ, നമ്മുടെ ലൈഫ് പാർട്ട്ണറിനെ കുറിച്ച് ചിന്തിക്കാം. എല്ലാത്തിനും അതിന്റെ സമയമുണ്ട്. പിന്നെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളും വിഷമങ്ങളും വരുമ്പോൾ തുറന്നു പറയാൻ ഒരാൾ വേണമെന്നൊക്കെ തോന്നും. അങ്ങനെ ഒരു ഫ്രണ്ട് ഉണ്ടോ കൂടെ? നമുക്ക് എന്തും പറയാൻ പറ്റും. എനിക്ക് അങ്ങനെ ഫ്രണ്ട്സ് ഉണ്ട്, പക്ഷെ ഞാൻ ഇപ്പം കുറച്ച് നാളായിട്ട് എന്നിൽ തന്നെ ഞാൻ ഒതുക്കാറാണ് പതിവ്. വെറുതെ അവർക്ക് കൊടുത്ത് എന്തിനാ അവരെ ടെൻഷൻ ആക്കുന്നത്. അപ്പൊ ഞാൻ എന്നിൽ തന്നെ മാക്സിമം ഒറ്റയ്ക്ക് ഡീൽ ചെയ്യാം. ഞാൻ ചിലപ്പോൾ എന്നോട് തന്നെ സംസാരിക്കും. ഞാൻ ചിലപ്പോൾ ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഫ്ലാറ്റിൻ്റെ ടെറസിൽ പോയി ഇങ്ങനെ ആകാശത്തോട്ട് നോക്കി, എന്തിനാടാ എത്ര സ്വപ്നങ്ങൾ മനുഷ്യനുണ്ടാവാ, നീ ഈ ഒരു സ്വപ്നം തന്നെ എടുക്കുന്നത്, ഇതിനൊക്കെ വല്ല പഠിക്കാൻ കഴിവുണ്ട് എന്നാൽ നീ നല്ല എന്തെങ്കിലും ഗവൺമെൻറ് ജോലിയും സ്വപ്നം കണ്ട് നീ കഷ്ടപ്പെട്ട് പഠിച്ച് ജോലി മേടിക്കാൻ, ഇതിപ്പോൾ പഠിച്ചാലും രക്ഷപ്പെടാത്ത ഒരു സാധനത്തിൽ വന്ന് തലയിട്ടല്ലോ എന്നൊക്കെ അങ്ങനെ ഓർത്ത് ഞാൻ ഒറ്റയ്ക്ക് തന്നെ പറയും. എന്നിട്ട് നമ്മൾ തന്നെ സമാധാനപ്പെടാറില്ലേ? സമാധാനപ്പെടാറുണ്ട്. ഇതിനൊക്കെ വന്നുകൊണ്ടാണ് ഞാൻ ചിന്തിക്കുന്നത് ഇതെല്ലാം സ്ട്രഗിളിന്റെ ഭാഗം. ഇതൊക്കെ നീ വലുതായി നല്ല നിലയിലെത്തുമ്പോൾ ഒരു ഇന്റർവ്യൂല് പറഞ്ഞിരിക്കും പോയി പറയുമ്പോൾ ഒരു ഗുമ്മ കിട്ടണ്ടേ, ആ ഗുമ്മാന്ന് വിചാരിച്ചാൽ മതി. ഇപ്പോൾ എന്നൊക്കെ തീർച്ചയായും. ഇപ്പൊ ഇതിലൊരു സൈക്കോ ക്യാരക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിക്കും നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ നമ്മൾ തമാശയായിട്ടാണ് സൈക്കോനെ നമ്മൾ പ്രസന്റ് ചെയ്യുക. നമ്മുടെ കൂട്ടത്തിൽ ഒരാളുണ്ടെങ്കിൽ ശരിക്കും എന്താ പറയാ, അവരുടെ ലൈഫിലും അങ്ങനെ ഒരു സൈക്കോ എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട്. എൻ്റെ കോളേജിൽ ഒരു സൈക്കോ ഉണ്ടായിരുന്നു. എന്തായിരുന്നു അവൻ എനിക്കിട്ട് വലിയ പണികൾ. അവൻ എന്താണെന്ന് എനിക്കറിയത്തില്ല, അവൻ എന്നോട് ഭയങ്കര ഈഗോ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ ആൾക്കാരുടെ ഇടയിലോട്ട് നമ്മുടെ പിള്ളേർ, അപ്പം നമ്മൾ ഫസ്റ്റ് ഇയർ വന്നല്ലേ ഉള്ളൂ, അതെൻ്റെ ലൈഫിൽ മറക്കാൻ പറ്റാത്ത സാധനം കേട്ടോ. ഞാൻ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞില്ല, ഒരിടത്തും പറഞ്ഞിട്ടില്ല, പക്ഷെ എൻ്റെ കോളേജിൽ പഠിക്കുന്ന പിള്ളേർക്ക് അതറിയാം. അവൻ എനിക്കെതിരെ കുറേ പ്ലാനുകൾ പ്ലോട്ട് ചെയ്ത് അവൻ കറക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ട് അവൻ എന്ത് ചെയ്യും, ഗ്രൂപ്പിൽ പിള്ളേർ, നമ്മൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അല്ലേ, അതിനകത്ത് പിള്ളേർ കമൻറ്റ് അടിക്കുന്നു, ഈ സാധനമെല്ലാം സ്ക്രീൻഷോട്ട് എടുത്ത് എല്ലാവർക്കും അയച്ചു കൊടുത്ത്. എന്നിട്ട് ഇവൻ പറഞ്ഞു ഇത് അഭിഷേകാണ് അയച്ചത്. കാരണം അവിടുത്തെ ടീച്ചേഴ്സിന് എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ടീച്ചർമാർക്ക്, അപ്പോൾ ഈ ടീച്ചറായിട്ട് ഇത്ര അടുത്തിരിക്കുന്ന ആൾ ഞാനാണല്ലോ, ഇത് അഭിഷേകാണ് കൊടുത്തതെന്ന് ഇവൻ പറഞ്ഞുണ്ടാക്കി. അവൻ എന്നിട്ട് ഈ ഇതയച്ചു കൊടുത്ത് ഇവന്മാരെല്ലാം, ഈ പെമ്പിള്ളേരെ കമൻറ്റ് അടിച്ചത് ടീച്ചർമാരെ വരെ ഇവന്മാരെ കമൻറ്റ് അടിച്ചിട്ടുണ്ട്. ഇവന്മാരെല്ലാം പിടിച്ച് അവിടെ ഭയങ്കര പ്രശ്നമാക്കി. പ്രിൻസിപ്പളൊക്കെ എന്നിട്ട് വേണ്ടേ പാരൻസിന്, അവന്മാരുടെ പാരൻസിനോട് നിങ്ങളുടെ മക്കൾ പറഞ്ഞ ഡയലോഗാന്ന് പറഞ്ഞ് അങ്ങനെ കാണിച്ചു. ഇവന്മാർക്കെല്ലാം എന്നോട് ഭയങ്കര കലിപ്പായി. ക്ലാസ് മൊത്തം എനിക്കെതിരായി. അഭിഷേക് ഇവിടെ നിന്ന് എല്ലാം ചോർത്തി വിടും, അഭിഷേക് ഇവിടുത്തെ സ്പൈയാന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്നെ ഒറ്റയ്ക്കാക്കി. ഞാൻ പറഞ്ഞു ഞാനല്ല ഇത് ചെയ്യുന്നത്, എന്താ അഭിഷേകാണ് ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് എന്നെ ഒറ്റയ്ക്കാക്കി. അപ്പം ക്ലാസ്സിൽ ആർക്കും എന്നെ ഇഷ്ടമല്ല, ഞാൻ ബെഞ്ചിൽ ഒറ്റയ്ക്കിരിക്കും. എന്നിട്ട് ഈ ആരോടും മിണ്ടാത്ത കുറച്ച് പിള്ളേരുണ്ടല്ലോ, ഞാൻ അവന്മാരുടെ കൂടെ അത് കൂട്ടുകൂടിയിരിക്കുന്നത്. അപ്പോൾ ബാക്കി എല്ലാവരും എനിക്ക് എന്നോട് സംസാരിക്കത്തില്ല. അങ്ങനെ ഏതോ ഒരു വിഷയത്തിൽ വന്നപ്പോൾ വലിയ പ്രശ്നങ്ങളായി. ഇത് നീണ്ടുകൊണ്ടേയിരുന്നു. എന്നിട്ട് ഇവന്മാർക്ക് എന്നോട് ഭയങ്കര ദേഷ്യം വന്നുകൊണ്ടേയിരിക്കും. ഇവന്മാർ എന്നെ തല്ലണം എന്നൊക്കെ പറഞ്ഞ് വലിയ ഇഷ്യൂ. എന്നിട്ട് ഒരു വട്ടം വലിയ ഇഷ്യൂ ഒക്കെ ആയിട്ട് ഇവന്മാർ എന്നെ തല്ലാൻ വേണ്ടി വരുന്നു, ഞാനും കലിപ്പിച്ചിരിക്കുന്നു. എന്താ ഞാൻ പറഞ്ഞു ഞാനല്ല എന്ന് പറഞ്ഞ് ഇവന്മാർ വിശ്വസിക്കണ്ടേ. എന്നിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ വിളിച്ച് അച്ഛന് പറഞ്ഞു, അച്ഛൻ ഒരു 5-6 ആൾക്കാരുമായിട്ട് കോളേജിൽ വന്നു. അങ്ങനെയൊക്കെ സംഭവിച്ചിട്ട് ഞാൻ എന്നെ വിളിച്ചോണ്ട് ആർക്കാ എന്താ പ്രശ്നം എന്നുള്ളത് ചോദിക്കുന്നു. അങ്ങനെ ഭയങ്കര പ്രശ്നങ്ങളായി. എന്നിട്ട് അവസാനം ഇവന്മാർ എന്നൊന്നും ഇവന്മാർ പിന്നെ ഗ്രൂപ്പിലൊന്നും ഇല്ല. അപ്പം ഞാൻ വേറെ, നമ്മൾ പാവം പിടിച്ച 4-5 പിള്ളേരും ഞാനും ഒരു ഗ്രൂപ്പ്, ഇവന്മാർ വേറെ ഗ്രൂപ്പ്. അവന്മാർ ആ ഗ്രൂപ്പിൽ നിന്ന് സാധനം പോയി. അപ്പം അവന്മാർക്ക് മനസ്സിലായത് ഞാനല്ല എന്നുള്ളത്, ഡൗട്ട് അടിച്ചത്. അപ്പോൾ ഇത് ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു അവൻ ഇച്ചിരി ബുദ്ധിയുള്ളവൻ, അവൻ എന്ത് ചെയ്തു, ഈ പോകുന്ന ലിങ്ക്, അപ്പോൾ ഈ വട്ടം പോയ സ്ക്രീൻഷോട്ടുകളെല്ലാം ഇവന്മാർക്കും കൂടെ ചേർത്താ പോയത്. അപ്പോൾ ഇവന്മാരെന്ത് ചെയ്തു, ഇവന്മാർ ഒരു ലിങ്ക് ഇട്ടിട്ട് അങ്ങോട്ട് അയച്ചു. അപ്പോൾ ഈ ലിങ്ക് ക്ലിക്ക് ചെയ്ത ആ ഫോണിൻ്റെ ഫുൾ ഡീറ്റെയിൽ കിട്ടും. അങ്ങനെ ഒരുത്ത ബുദ്ധിയുള്ള ഒരുത്ത അവൻ അങ്ങോട്ട് ലിങ്ക് കിട്ടും. അപ്പം മറ്റേ അവൻ ക്ലിക്ക് ചെയ്തപ്പോൾ ഈ ഫോണിൻ്റെ മറ്റേ IMEI നമ്പറും എല്ലാ സാധനവും അവൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ അവൻ ഒരാളെ പൊക്കി.
ആളെ പൊക്കി കഴിഞ്ഞ് ഒരു ദിവസം ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ എല്ലാവരും എന്നെ ഗ്രൂപ്പിൽ ആഡ് ചെയ്തിട്ട് എല്ലാവരും എന്നോട് മാപ്പ് പറയുന്നു. അപ്പോഴത്തേക്ക് ഇത് എത്ര നാളെ എടുത്തെന്നറിയോ? 2 വർഷം. എൻ്റെ ബിടെക്കിൻ്റെ 2 വർഷമാണ് പോയത്. അപ്പം 3ാമത്തെ വർഷമായപ്പോഴത്തേക്ക് എല്ലാവരും അപ്പം 3ാമത്തെ വർഷം കയറുക. 3ാമത്തെ വർഷം കയറിയപ്പോൾ ഞങ്ങൾ ഇവനെ വിട്ട് ഇവനെ എല്ലാവരും കൂടെ കോർണർ ചെയ്ത് ഇവനെ പൊക്കി. ഇവൻ ആ 4th ഇയർ തീരുന്നവരെ ഫസ്റ്റ് ബെഞ്ചിൽ ഒറ്റയ്ക്കായിരുന്നുകൊണ്ടിരുന്നത്. ബാക്കി ഞാനൊക്കെ ബാക്കിൽ നിന്ന് ബുള്ളിങ്ങാ ശരിക്കും പറഞ്ഞാൽ. ഞാൻ ഉറക്കെ അവൻ ഇത്ര നാളത്തെ ഫ്രസ്ട്രേഷൻ. അപ്പൊ ഇവൻ അയച്ചുകൊണ്ടിരുന്നത് ഒരു ഫേക്ക് നെയിമാ, വിഷ്ണു നായർ എന്ന് പറഞ്ഞൊരു പേര്. ഞാൻ അവിടെ ഒരു തെറിപ്പാട്ടൊക്കെ ഇരുന്ന് പാടും പറയുന്നിട്ട്, വിഷ്ണു നായരേ ഏടാ പോടാ എന്നിട്ട് അങ്ങനെ തെറിപ്പാട്ടൊക്കെ ഇരുന്ന് പാടും. അപ്പോഴത്തേക്ക് നമ്മളെല്ലാവരും പിന്നെ ചങ്കുകളായി. പിന്നെ എല്ലാവരും നല്ല സുഹൃത്ത് ബന്ധം പോയി. അപ്പൊ അങ്ങനെ ഒരു സൈക്കോനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കുറ്റം ചെയ്യാതെ 2 വർഷം ജയിലേക്ക് കേട്ടോ. ഇപ്പൊ ഫ്യൂച്ചറിനെ കുറിച്ച് പറയുന്ന ഒരാളാണ്. പണ്ട് പൃഥ്വിരാജ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇത്ര വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഇന്നൊരു പൊസിഷനിൽ എത്തുന്ന അങ്ങനെ നേരത്തെ എന്താ പറയുക ഒരു ഡ്രീം ഇങ്ങനെ കാണുന്ന ഒരാളാണ്. ഒരു 10 വർഷം കഴിഞ്ഞാൽ അഭിഷേക് ആരായിരിക്കും? ഞാൻ എനിക്ക് എൻ്റെ സ്വപ്നം എന്ന് പറയുമ്പോൾ ഒരു മലയാളം തമിഴ് ലാംഗ്വേജിൽ ഒരു ഹീറോ ക്യാരക്ടർ, വില്ലൻ ക്യാരക്ടറൊക്കെ ചെയ്യുന്ന ഒരു പ്രധാന വേഷം ചെയ്യുന്ന ഒരു ആക്ടർ, കൂടാതെ ഒരു റൈറ്റർ, ഇവിടുത്തെ പ്രമുഖ OTT പ്ലാറ്റ്ഫോമുകളിലൊക്കെ വെബ് സീരീസുകളൊക്കെ ചെയ്യുന്ന വെബ് സീരീസുകൾ എഴുതി കൊടുക്കുന്ന ഒരു റൈറ്റർ, സിനിമകളും ചെയ്യുന്ന റൈറ്റർ ആവണം. അങ്ങനത്തെ ഒരു സ്വപ്നങ്ങളാണ്. പിന്നെ ഒരു പ്രൊഡക്ഷൻ കമ്പനി, ഒരു ചെറിയ പ്രൊഡക്ഷൻ കമ്പനി തുടങ്ങുക. ഇതൊക്കെയാണ് ഒരു 10 വർഷം കഴിയുമ്പോൾ ഞാൻ എത്താൻ പോകുന്ന സാധനങ്ങൾ. അതായത് പ്രൊഡ്യൂസർ, റൈറ്റർ, ആക്ടർ. അതായിരിക്കും അഭിഷേക് ശ്രീകുമാർ എന്ന വ്യക്തി. ശരിക്കും പറഞ്ഞാൽ ഈ ഡ്രീമിലേക്ക് നിങ്ങൾ ഒറ്റയ്ക്ക് തന്നെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കുറച്ച് നാൾ മുമ്പ് നിങ്ങൾ കണ്ട സ്വപ്നങ്ങളിൽ കൂടിയാണ് ഇപ്പൊ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. 10 വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾ അച്ചീവ് ചെയ്തിരിക്കും. ഉറപ്പായിട്ടും ചെയ്യണം. ജീവിതം ഒന്നല്ലേ ഉള്ളൂ, അത് ചെയ്തിട്ട് പോകണം നമ്മൾ. തീർച്ചയായിട്ടും ജീവനോട് ഉണ്ടെങ്കിൽ ചെയ്തിരിക്കും. ഓക്കെ, ഇനി ഒന്നും കൂടി ഇപ്പം നമ്മുടെ പുതിയ ബിഗ് ബോസിലേക്ക് ഒന്ന് വരണ്ടേ കുറച്ച് കാര്യങ്ങൾ. പുതിയ ബിഗ് ബോസ് കാണാറുണ്ടോ? ഫോളോ? ഞാൻ അങ്ങനെ കൂടുതലായി ഫോളോ ചെയ്യുന്നില്ല, പക്ഷെ എന്നാലും ഈ ക്ലിപ്സ് ഒക്കെ കാണാറുണ്ട്. ലക്ഷ്മിയാണ് നമ്മുടെ സിനിമയിലെ വൺ ഓഫ് ദ ഹീറോയിൻ. വൈൽഡ് കാർഡായിട്ട് ഇറങ്ങുന്നത് ലക്ഷ്മി. അത് നമ്മുടെ ഈ സിനിമയിലെ വൺ ഓഫ് ദി ഹീറോയിനാണ്. ഓക്കെ ഇപ്പൊ ചെയ്തേക്കുന്നത് അല്ലേ? ശരി. എന്താണ് ലക്ഷ്മിയുടെ ക്യാരക്ടർ എങ്ങനെ? ലക്ഷ്മിയുടെ ഞാൻ പറഞ്ഞില്ല, ഒരു 5 പേരുണ്ട്. ആ 5-ൽ ഒരാളാണ് ലക്ഷ്മി. അപ്പൊ വൺ ഓഫ് ദി ഹീറോയിൻ എന്ന് തന്നെ പറയാം. അത്ര ലീഡ് ക്യാരക്ടർ തന്നെയാണ് ലക്ഷ്മി. ഒരു പേഴ്സണൽ ക്യാരക്ടർ എങ്ങനെ? പേഴ്സണൽ ക്യാരക്ടർ ആൾ ഭയങ്കര ഫയറാണ്. പക്ഷെ അവിടെ ഇതര ഫയറുകൾ കണ്ടിട്ടില്ല. അവിടെ ബിഗ് ബോസ് എന്ന് പറയുന്നത് എനിക്കറിയാം. നമ്മളിവിടെ എന്ത് മനുഷ്യനാന്ന് പറഞ്ഞാൽ അവിടെ പോകുമ്പോൾ നമ്മളൊന്ന് ഡൗൺ ആവും. അപ്പൊ അവള് ചിലപ്പം ടൈം എടുക്കുന്നതായിരിക്കാം, കുറച്ച് കഴിഞ്ഞിട്ട് ചിലപ്പം അവള് ഭയങ്കര ഫയറാണ്. ഫയർ എന്ന് വെച്ചാൽ ഇപ്പൊ അതിനകത്ത് നിങ്ങൾ കാണുന്നുണ്ടാവും, പോയിന്റ് ടു പോയിന്റ് കാര്യങ്ങൾ പറയുന്ന ഒരാൾ. ശരിക്കും അവൾ റിയൽ ലൈഫിൽ അത് തന്നെയാണ്. പിന്നെ അവള് കുറച്ചുകൂടെ ഫയറായിട്ട് നിൽക്കുന്ന ഒരാളാണ്. ഇതുവരെ ഫയർ വന്നു കണ്ടില്ല. വന്നാൽ വൺ ഓഫ് ദി പവർഫുൾ കണ്ടസ്റ്റന്റ് ആയി മാറാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഒരു ഫ്രണ്ടാണ് അനുമോൾ. കാര്യം ഞാൻ പറയാൻ വന്നായിരുന്നു. ഇപ്പത്തെ ചർച്ചാ വിഷയമായിരിക്കും. അവൾ കണ്ടന്റ് ക്രിയേറ്റർ ആണ്. നല്ല കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ബിഗ് ബോസ് ഓടുന്നതേ അനുമോളിൽ കൂടെ. തീർച്ചയായിട്ടും. ഇപ്പൊ ഈ ജിസേലിന്റെ ഈ ഉമ്മ കേസ് ഇതിലെന്താണ് ബ്രോന്റെ അഭിപ്രായം? എന്താ? എനിക്കറിയത്തില്ല. ഞാൻ ആ സാധനം പറയുന്നത് ഞാൻ ലൈവിൽ കണ്ടിട്ട് എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. ഇനിയിപ്പോ ശനിയാഴ്ച ലാലേട്ടൻ വന്നിട്ട് പൊരിക്കുമ്പോ ബാക്കി കിട്ടിക്കോളും. ഇനിയിപ്പോ അവിടെ ഉമ്മ വെച്ചെന്ന് വിചാരിക്കട്ടെ. ഉമ്മ വെച്ചെങ്കിൽ അനുമോൾ ചെയ്യുന്ന ഇപ്പൊ എടുത്തേക്കുന്ന ഈ തീരുമാനം ഉമ്മ വെച്ചെങ്കിൽ അവരുടെ രണ്ടുപേർക്കും പ്രശ്നമില്ല. പിന്നെ ആർക്കാ പ്രശ്നം? അതാണ് നമ്മൾ ഈ ഒളിഞ്ഞു നോക്കാൻ പോകേണ്ടത്. അത് അവർ രണ്ടുപേരുടെ പ്രശ്നം. അവർ രണ്ടുപേരും സിംഗിൾ, അവർ രണ്ടുപേരും ഉമ്മ വെച്ചെങ്കിൽ വെച്ചോട്ടെ. അതിനെന്താ? നാട്ടിൽ എന്തുമാത്രം ആൾക്കാർ ഇതുപോലെ കല്യാണം കഴിയാത്ത ആൾക്കാർ ഉമ്മ വെക്കുന്നു, ഓയോ റൂം എടുക്കുന്നു. അപ്പോഴാണോ ഇവിടെ നമ്മുടെ ബിഗ് ബോസ് ഹൗസ്? അതും അവർ അറ്റ്ലീസ്റ്റ് ആ പുതപ്പ് വായിച്ചെങ്കിലും ചെയ്തെന്തെങ്കിലും പറയാം. നമ്മൾ കാണേണ്ടി വരും. നമ്മൾ വെറുതെ കണ്ട് സങ്കടപ്പെടേണ്ടി വന്നില്ലല്ലോ. തീർച്ചയായിട്ടും. അനുമോള് വിത്ത് ആക്ഷൻ വരെ കാണിച്ചു കൊടുത്തു. ഇങ്ങനെയൊക്കെയാണ് ഇവിടെ നടന്നേക്കുന്നത്. നിങ്ങൾ അവൾക്ക് ഭയങ്കര ഒരു കണ്ടന്റായി മാറിയില്ല. അത് 1 ഡേ കണ്ടന്റ് ആയില്ലേ. അത് അവൾക്ക് ഇഷ്ടമില്ലെങ്കിൽ അവൾ ഇഷ്ടമില്ല. അത് ഓരോരുത്തരുടെ ക്യാരക്ടറാണ്. അവൾക്ക് അത് ഇഷ്ടമില്ലെങ്കിൽ ഇല്ല, അത്രേ ഉള്ളൂ. അവര് ചെയ്യാൻ തോന്നി അവർ ചെയ്യട്ടെ. അനുമോളെ പേഴ്സണലായിട്ട് ഒരുപാട് നാളായോ അറിയാം? പിന്നെ അവൻ ഈ വർഷങ്ങളായിട്ടുള്ളത്. എന്താണ് അനുമോളെ കുറിച്ച് എന്താ പറയാനുള്ളത്? അവള് ഭയങ്കര സെൻസിറ്റീവ് ആണ്. അതേപോലെ നിങ്ങൾ അവിടെ കാണുന്നുണ്ട്. ഇവിടെ എന്നോട് പോകാൻ നേരത്തെ ഞാൻ കരയത്തില്ലെന്ന് പറഞ്ഞു പോയ ആളാണ്. പക്ഷെ അവിടെ ഫുൾ ടൈം കരച്ചില്ല. വെച്ചാൽ കരച്ചില്ല. പക്ഷെ അവൾ ഇവിടുന്ന് എന്നോട് പറഞ്ഞിട്ടാ പോയെ, ഞാൻ കരയില്ല, ഞാൻ കരഞ്ഞാൽ തന്നെ ഞാൻ ബാത്റൂമിൽ പോയ കരയത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ബാത്റൂമിലും കരയുന്നുണ്ട്, ബാത്റൂമിന്റെ വെളിയിൽ കരയുന്നുണ്ട്. പക്ഷെ അവളോട് പറഞ്ഞു. പക്ഷെ അവളെ എനിക്കറിയാം, അവൾ കരയുന്ന എല്ലാവർക്കും അറിയാം. പേഴ്സണലി അറിയാമെന്ന് എനിക്കറിയായിരുന്നു. എന്തായാലും അവിടെ പോയിട്ട് അവൾ തകരുമെന്ന് എനിക്കറിയായിരുന്നു. എന്നോട് പറഞ്ഞു, എടാ കുഴപ്പമില്ല, എന്നോട് ഞാൻ കുറെ പ്രചോദനം കൊടുത്താണ് വിട്ടത്. അപ്പൊ എന്തായാലും തിരിച്ചു വരുമ്പോൾ അതിനുള്ളത് എനിക്ക് കിട്ടും. ഈസിയാണ് അങ്ങനെയാണെങ്കിൽ. കാരണം അവളും പറഞ്ഞു ബിഗ് ബോസ് അവള് സിമ്പിൾ ആയിട്ട് വെച്ചു. അപ്പൊ ഞാൻ പോയിരുന്നു അനുഭവിക്കട്ടെ എന്ന് വെച്ചു. പോയിട്ടൊക്കെ വരട്ടെ. ശരിക്കും അനുമോളിനെ സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന തൊട്ടാവാടി എന്ന് പറയാം. എന്ത് പറഞ്ഞാലും അപ്പൊ കരയും, അതുള്ളതാണ്. പക്ഷെ
പിന്നെയും പിടിച്ചു നിൽക്കണമെന്ന് എനിക്ക് തോന്നുന്നു ബിഗ് ബോസിൽ സ്വഭാവം വെച്ച്. അല്ല അത് വേറെ ഒന്നും കൊണ്ടല്ലേ, ഇറങ്ങി പോകാൻ പറ്റുന്നെങ്കിൽ ചാടി ഇറങ്ങി പോയതന്നെ ചിലപ്പോൾ, അത് അവിടുന്ന് പറ്റൂല നമുക്കറിയാം. തീർച്ചയായിട്ടും. അതുപോലെ നമ്മുടെ രേണു ചേച്ചി, ഇപ്പൊ രേണു സുധിയുടെ അവിടെ പോയിട്ട് ഇപ്പോൾ അദ്ദേഹത്തിന് വിട്ടുപോയ ആ ഭർത്താവിനെ വെച്ചുകൊണ്ട് വരെ ഗെയിമുകൾ നടക്കുന്നുണ്ട്. അത് പക്ഷെ പുള്ളിക്കാരിയൊക്കെ വിചാരിച്ച സൂപ്പറായിട്ട് കണ്ടന്റ് ഉണ്ടാക്കാൻ പറ്റുന്ന, പക്ഷെ നമ്മൾ അതിനകത്ത് കയറിയ പതറി പോകും. അതാണ് ബിഗ് ബോസ് എന്ന് പറയുന്ന സാധനം. നമ്മളിവിടുന്ന് ഇപ്പൊ ഈ കാണുന്ന റിവ്യൂവർമാരൊക്കെ വലിയ ഡയലോഗ് അടിക്കും, അതിനകത്ത് കയറി കഴിഞ്ഞാൽ തീരും. അങ്ങനെ ഒരാളായിരുന്നു നമ്മുടെ സീസണിലെ സായിക്ക് അവസാനം പറഞ്ഞ ഒരു കാർ ആരെങ്കിലും ബിഗ് ബോസിൽ കൊടുത്തിട്ട് കൊടുക്കുന്നവരെ പറഞ്ഞു. അല്ല അത് അവൻ പലതും പറയുന്നുണ്ടാവും, പക്ഷെ ബിഗ് ബോസ് എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന സാധനമല്ല. നമ്മൾ ഇവിടുന്ന് ഇപ്പൊ പോലും നിങ്ങൾക്കത് മനസ്സിലാവില്ല. അതിനകത്ത് കയറി കഴിഞ്ഞാലേ ദൈവമേ എന്നുള്ളൊരു വിളിക്കും നമ്മൾ, ഇതാണോ സാധനം എന്നൊരു വിളി നമ്മൾ വിളിക്കും. അപ്പം അങ്ങനത്തെ ഒരു രീതിയാണ്. ഇപ്പൊ ഈ രേണു സുധി എന്നൊക്കെ പറയുന്നത് നല്ല ഇവിടെ പുറത്ത് കണ്ടന്റ് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ആളാണ്. അതുപോലെ വിചാരിച്ചാൽ കണ്ടന്റ് ഉണ്ടാക്കാൻ പുള്ളിക്കാരി വിചാരിച്ചാൽ നടക്കും. കണ്ടന്റ് ഉണ്ടാക്കി അത് ഹിറ്റും ആവും. തീർച്ചയായിട്ടും പറ്റുന്നില്ല, അത് പറ്റില്ല, അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അതിന് സ്പെഷ്യൽ സ്കില്ല് തന്നെ വേണം. അതെ, ഇപ്രാവശ്യം വൈറ്റ് കാർഡിൽ കയറിയേക്കുന്ന ഇപ്പോൾ നമ്മുടെ ലക്ഷ്മി അടക്കം ഇപ്പൊ 5 പേര് കയറിയിട്ടുണ്ട്. സാധാരണ ഓരോ വൈറ്റ് കാർഡ് കയറുമ്പോഴും നമുക്കൊരു വൈൽഡ് ഈ വൈൽഡ് കാർഡിൽ കയറിയേക്കുന്നവർ അവിടെ ഒരു എന്തെങ്കിലും ഒരു ഗെയിം സാധനം. പക്ഷെ ഇപ്രാവശ്യം അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. നമ്മുടെ വൈൽഡ് കാർഡിൽ കയറിയപ്പോൾ സിബിൻ ഭയങ്കര ഒരു സംഭവമായിരുന്നു. ഞാനൊരു ഉണ്ടാക്കിയ ഒരു വലിയ ഇഷ്യൂ ഉണ്ടായിരുന്നു ഞാൻ ഉണ്ടാക്കിയത്. തീർച്ചയായിട്ടും അത് ഭയങ്കരമായിട്ട് കത്തി. അപ്പം കാല് കുത്തി, വൈൽഡ് കാർഡ്സ് കാല് കുത്തി എന്നുള്ളത് നാടറിഞ്ഞു. അതെ അതെ അതെ, ഒരു അനക്കം ആ ബിഗ് ബോസ് ഹൗസ് ഇളകിയതായിരുന്നു അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ. അങ്ങനെ ഈ വട്ടത്തെ വൈൽഡ് കാർഡ്സിന് ഒരു ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ വിചാരിച്ചു ലക്ഷ്മി ചിലപ്പോൾ ഒരു ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യുന്നു വിചാരിച്ചു, പക്ഷെ ലക്ഷ്മിക്ക് അത്ര ടൈം വേണം. ഈ പറയുന്നവരൊന്ന് പകച്ചിട്ടുണ്ടാവും. കാരണം അതങ്ങനെയാണ്. എനിക്ക് പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇത്ര സ്ട്രഗിൾ ചെയ്ത് വന്നുകൊണ്ട് എനിക്കൊരു തിരിച്ചു പോക്കില്ലായിരുന്നു. കാല് കുത്തിയ അവിടുന്ന് 4 ആൾ അറിഞ്ഞ് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. ആ ഒരു രീതിയായിരുന്നു എനിക്ക്. അതുകൊണ്ട് ഞാൻ കാല് കുത്തി 4 ആൾ അറിയിച്ചു അവിടുന്ന് ഇറങ്ങി, നല്ല സപ്പോർട്ടോടുകൂടി ഇറങ്ങി. തീർച്ചയായിട്ടും ബ്രോന്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം. ഫാമിലി ഓഡിയൻസിന്റെ സപ്പോർട്ട് തിയേറ്റർ ഇതിലേക്ക് വന്നിട്ടാണെങ്കിലും ആൾക്കാരുടെ നല്ല രീതിയിൽ, കാരണം അവന് കിട്ടേണ്ടതായിരുന്നു എന്ന് ഇപ്പോഴും പറയുന്ന ആൾക്കാരുണ്ട്. എന്നോട് ഒരുപാട് പേര് ഞങ്ങളെ ഒരുപാട് ആഗ്രഹിച്ചാണ് ഇപ്പോഴും പല കമന്റിലും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഒരൊറ്റ കാര്യം കൂടി. ഇപ്പൊ ഈ ബിഗ് ബോസിലെ അനീഷിന്റെ ഗെയിം വന്നപ്പോ എല്ലാരും പറഞ്ഞു ഇയാൾ വെറുപ്പിച്ച് കൊല്ലുമല്ലോ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പലർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ വന്നു, ഞാൻ ഇവിടെ കാല് കുത്തി എന്നുള്ളൊരു നാടറിയണം എന്നുള്ള സംഭവമുണ്ട്. അത് ചിലപ്പോൾ നമുക്ക് പോസിറ്റീവായിട്ടും അറിയിക്കാം, നെഗറ്റീവായിട്ടും അറിയിക്കാം. നെഗറ്റീവിനെ നമുക്ക് പോസിറ്റീവ് ആക്കാം, പോസിറ്റീവ് നെഗറ്റീവ് ആകുമ്പോഴാണ് പ്രശ്നം. നെഗറ്റീവിനെ നമുക്ക് നമ്മൾ ബുദ്ധിയുള്ളവൻ ആണെങ്കിൽ പോസിറ്റീവ് ആക്കാൻ പറ്റും. അനീഷ് ഇപ്പൊ പതുക്കെ പോസിറ്റീവ് ആക്കി വരുന്നുണ്ട്. ലാലേട്ടൻ പറഞ്ഞു, റിപ്പീറ്റ് അടിച്ച് പറയുന്നത് കൊള്ളത്തില്ല എന്നുള്ളത് പറഞ്ഞപ്പോഴത്തേക്ക് പുള്ളി അത് മനസ്സിലാക്കി, പുള്ളി ആ ഗെയിം കളിച്ചു. പിന്നെ ഇടയ്ക്ക് കയറി വരുന്നുണ്ടെങ്കിലും പുള്ളി അത് കൺട്രോൾ ചെയ്തല്ലോ. അത് ബുദ്ധിപരമായിട്ട് പുള്ളി കളിക്കുന്ന ഗെയിമാണ്. പുള്ളി ആ വന്ന വരവ് അറിയിച്ചല്ലോ. അത് ബ്രില്യൻ പ്ലെയർ തന്നെയാണ്, അത് സമ്മതിച്ചു കൊടുത്തേ. ഉറപ്പായിട്ടും ബ്രോന്റെ അഭിപ്രായത്തിൽ അല്ലെങ്കിൽ ഒരു എന്താ പറയാ, നമ്മുടെ ഒരു തോന്നല് ആർക്കായിരിക്കും ഇപ്പൊ ഉള്ളതിൽ ഒരു ഇപ്പോഴത്തെ ബിഗ് ബോസ് ഓടുന്നത് അനുമോളിൽ കൂടാണ്. അനുമോൾ കപ്പ് കിട്ടാൻ സാധ്യതയുള്ള കണ്ടന്റ് പല രീതിയിൽ ഉണ്ടാക്കുന്നുണ്ട്. എങ്ങനെ പോയാലും അവള് കണ്ടന്റ് എല്ലാ ആഴ്ചയും ലാലേട്ടന് പൊരിക്കാനുള്ള സാധനം അവൾ കൊടുക്കുന്നുണ്ട്. എല്ലാ ലാലേട്ടൻ എപ്പിസോഡിലും അനുമോളെ പറയാനുള്ളത് അനുമോൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അത് നല്ല കണ്ടന്റ് ക്രിയേഷൻ ആണ് സത്യം പറഞ്ഞാൽ. അത് ചവറ് സാധനമാണോ ക്വാളിറ്റി സാധനമാണോ എന്നുള്ളത് പിന്നത്തെ കാര്യം. അവിടെ അതും കൂടി ഇല്ലെങ്കിൽ അവിടെ എന്താ ഉള്ളത്? അവിടെ ആ ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തില്ലെങ്കിൽ അവിടെ വേറെ ചർച്ചയില്ല, വേറെ സാധനം ഇല്ല. ലാലേട്ടൻ വന്നിട്ട് ശനി ഞായറും ചുമ്മാ നിന്നിട്ട് പോകേണ്ടി വന്നേനെ. അപ്പൊ അതിന് വരെ അവിടെ ഒരു പറയാനുള്ള കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത ആളാണ്. ഷീസ് എ ഗുഡ് കണ്ടന്റ് മേക്കർ. കണ്ടന്റ് മേക്ക് ചെയ്യുന്നത്. ബ്രോയ്ക്ക് അവിടെ ചെയ്യാൻ പറ്റാഞ്ഞൊരു കാര്യം, ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഞാൻ ആ രീതിയിലും കൂടി അവിടെ നിന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ എനിക്ക് വിൻ ചെയ്യായിരുന്നു തോന്നുന്നു എന്തെങ്കിലും. ഇല്ല, ഞാൻ എന്നോട് ഒരുപാട് പേര് പറഞ്ഞു അഭിഷേക് കുറച്ചുകൂടെ ഫയർ. ഇപ്പം എൻ്റെ അനിയത്തി പോലും ഫാമിലി വീക്കിൽ വന്നപ്പോൾ കയറി പറഞ്ഞു അഭിഷേക് കുറച്ചുകൂടെ ആവാം. അപ്പോഴും ഞാൻ തീരുമാനിച്ചത് വേണ്ടാതാണ്. കാര്യം ഞാനെന്ന വ്യക്തിയെ ആൾക്കാർ ഇഷ്ടപ്പെടട്ടെ. എനിക്ക് കുറവുകളുള്ള ആൾ തന്നെയാണ് ഞാൻ അങ്ങനെ പെർഫെക്റ്റ് ഹ്യൂമൻ ബീങ് ഒന്നുമല്ല. എനിക്ക് എൻ്റെതായ കുറവുകളുണ്ട്. ആ കുറവുകൾ മനസ്സിലാക്കി എന്നെ സ്നേഹിക്കട്ടെ. അല്ലെങ്കിൽ അതാണ് എനിക്ക്. അല്ലെങ്കിൽ ഞാൻ അവിടെ ഈ ഫേക്ക്നെസ് ഒക്കെ കാണിച്ചിട്ട് പുറത്തിറങ്ങുമ്പോൾ ഞാനത് ചിലപ്പോൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. അതിപ്പോൾ എനിക്കൊന്നും മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഞാൻ ഇപ്പോൾ ഈ സംസാരിച്ചത് തന്നെയാണ് അവിടെയും സംസാരിച്ചിരിക്കുന്നത്. അവിടെ എനിക്കിപ്പോൾ ഓർമ്മയുണ്ട് ആൾക്കാർ ഈ സിജോയും ജാസ്മിനും എല്ലാം കൂടെ പറയുന്നത് അഭിഷേക് ഇവിടെ എല്ലാവരും ഒരുപോലെ അല്ല കാണുന്നത്. ഉറപ്പായിട്ട് ബാക്കിയുള്ളവർ ഉറപ്പായിട്ട് പറഞ്ഞു അയ്യോ ഇല്ല ഞാൻ എല്ലാവരും ഒരുപോലെ കാണുന്നത് എന്ന് പറഞ്ഞേനെ. ഞാനതല്ല, ഞാൻ റിയലായിട്ട് പറഞ്ഞു എനിക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാർ ഇവിടെ ഇരിപ്പുണ്ട്, ഇഷ്ടമുള്ള ആൾക്കാർ ഇരിപ്പുണ്ട്. ഇഷ്ടമില്ലാത്തവരോട് ഞാൻ അങ്ങനെ വലുതായിട്ട് മിണ്ടൂല, ഇഷ്ടമുള്ളവരോട് ഞാൻ കൂടുതൽ മിണ്ടും. ശരിക്കും പറഞ്ഞാൽ യഥാർത്ഥത്തിൽ മനുഷ്യനതല്ലേ, യഥാർത്ഥ മനുഷ്യന്റെ ക്യാരക്ടറാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇല്ല കേട്ടോ എനിക്ക് എല്ലാവരും ഒരുപോലെ ഉള്ളൂ എന്ന് പറയുന്നത് ഞാൻ റിയലായിട്ട് നിന്നു. അത് ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്ത ആൾക്കാർ ഒരുപാട് പേരുണ്ട്. എനിക്കത് മതി.
പുറത്തിറങ്ങുമ്പോഴും ഞാനത് തന്നെയാണ്. ഓക്കെ. അപ്പോൾ അത് ആൾക്കാർ ഇഷ്ടപ്പെട്ടോട്ടെ. അപ്പോൾ അതാണ് എൻ്റെ ഒരു രീതി. അപ്പം ഇത് തന്നെയാണ് അവിടെ ഞാൻ ചെയ്തതും. അതുകൊണ്ട് എനിക്ക് ഇറങ്ങി കഴിഞ്ഞാൽ റിഗ്രറ്റ് ഇല്ല. ഞാനായിട്ട് നിന്ന് കിട്ടിയതല്ലേ. അതുകൊണ്ട് എനിക്കതിൽ റിഗ്രറ്റേ ഇല്ല. ഓക്കെ. അപ്പോൾ എന്തായാലും അഭിഷേക്, അപ്പം നമ്മളിപ്പോൾ ഒരുപാട് വിശേഷങ്ങൾ നമ്മുടെ സിനിമയുടെയും മുള്ളംകൊല്ലി എന്തായാലും വൻ വിജയത്തിലേക്ക് എത്തട്ടെ. ആവണം, വിജയത്തിലേക്ക് എത്തണം. കാരണം നിങ്ങളൊക്കെ കഷ്ടപ്പെട്ട് വന്ന വഴിയാണ് നിങ്ങൾക്ക് കിട്ടിയേക്കുന്ന അടുത്ത സ്റ്റെപ്പ്. ലൈഫിൽ ചവിട്ടി കയറാനുള്ള ഒരു സ്റ്റെപ്പ് തന്നെയാണ് അത്. ചവിട്ടി ഉയരങ്ങളിലേക്ക് എത്തട്ടെ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഡ്രീമുകൾ ഒരുപാട് ഇപ്പോഴേ കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണ്. നേരത്തെ പറഞ്ഞ പോലെ 10 വർഷം കഴിയുമ്പോൾ നമുക്ക് ആർക്കും കിട്ടാത്ത അവസ്ഥയിലേക്ക് ഉയർന്നു പറക്കട്ടെ. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം. എന്തായാലും ഈ ഒരു സെക്ഷനിൽ വന്ന് ഇത്രയും ഈ ലേറ്റായിട്ട് ഇവിടെ വന്നതിൽ ഇവിടെ എത്തിച്ച ഐശ്വര്യ ചേച്ചിക്കും ഒരുപാട് നന്ദി. അപ്പോൾ എന്തായാലും ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു.